ഹായ് ഹലോ മൈ നെയിം ഈസ് അജേഷ് ജോ, വൺ ഓഫ് ദി കെമിസ്ട്രി ഫാക്കൽറ്റി ഇൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാല. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ വർഷം, അതായത് 2025 നടന്ന JEE മെയിൻ എക്സാമിനേഷൻ്റെ April 2 നടന്ന എക്സാമിൻ്റെ QP ഡിസ്കഷനാണ്. അതായത് ഇത് മോർണിംഗ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കറിയാം 20+5 20 സ്റ്റേറ്റ് ഒബ്ജക്റ്റീവും 5 ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് നിങ്ങളുടെ എക്സാം പാറ്റേണിലുള്ളത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വഴി കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണുമ്പം. അല്ലെങ്കിൽ നിങ്ങൾ PYQ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടും. ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ ഒരു എൻട്രൻസിന് വന്നതിന് ശേഷം എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്ത് ഒരു സ്കില്ല് ഉണ്ടാക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ കുറേ അധികം റിട്ടൺ ടെസ്റ്റുകൾ ക്വാളിഫൈ ചെയ്യാൻ തുടങ്ങിയത്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ലെവലിലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാം. പക്ഷേ തിയറി അത്യാവശ്യം മനസ്സിലാക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. ക്വസ്റ്റ്യൻ മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ പൊങ്ങി വരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ A ആണ്. ഡെസിഗ്നേറ്റ് വെദർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ഈസ് അരോമാറ്റിക് ഓർ നോട്ട് അരോമാറ്റിക്. ശരി, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം. അരോമാറ്റിക് ആകണമെങ്കിൽ കുറച്ചധികം കണ്ടീഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ യുവർ കോമ്പൗണ്ട് മസ്റ്റ് ബി റിങ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എവ്രി വൺ ഇസ് സാറ്റിസ്ഫൈഡ്. സെക്കൻഡ് വൺ, നിങ്ങളുടേത് കംപ്ലീറ്റ് കോൺജുഗേഷൻ ഉണ്ടായിരിക്കണം, അല്ലേ? കോൺജുഗേറ്റഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർഗാനിക്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. കംപ്ലീറ്റ് കോൺജുഗേഷൻ. സോ ഡബിൾ സിംഗിൾ നെഗറ്റീവ് ഒക്കെ കോൺജുഗേഷനാണ്. ഇത് കോൺജുഗേഷനാണ്, ഇത് കോൺജുഗേഷനാണ്, കോൺജുഗേഷൻ. ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. ദെൻ തേർഡ് വൺ, പ്ലനാരിറ്റി വേണം. പ്ലനാരിറ്റി അല്ലേ? പ്ലനാരിറ്റി എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ കാർബൺ ആറ്റങ്ങളും sp2 ആകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്കറിയാം, ഇതിൽ ഇങ്ങനെ എഴുതുമ്പോൾ മാത്രം ഒരു പ്രശ്നം വരും. ഇത് sp3 കാർബണാണ്, കാർബാനിയോൺ. ഇവിടെയും sp3 കാർബണാണ്, ഇവിടെയും sp3 കാർബണാണ്. ബാക്കി എല്ലാ ആൾക്കാർക്കും sp2 കാർബണാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഓപ്ഷനിൽ മാത്രം ചെറിയൊരു പ്രശ്നം വരും. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹക്കൽസ് റൂള്. ഹക്കൽസ് റൂളിൻ്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത്, നിങ്ങളുടെ റിങ്ങിൽ 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. വേർ എന്നിൻ്റെ വാല്യൂ 0, 1, 2, 3 എക്സെട്രയാണ്. എന്ന് വെച്ചാൽ 2 പൈ ഇലക്ട്രോൺസ്, 6 പൈ ഇലക്ട്രോൺസ്, 10 പൈ ഇലക്ട്രോൺസ് ഇങ്ങനെയുള്ളവർ വരണം എന്നാണ് മീനിങ്. ശരി, അങ്ങനെ നോക്കുമ്പം നോക്കിക്കേ, ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് 4 പൈ ഇലക്ട്രോൺസേ അകത്തുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. ഈ നെഗറ്റീവ് ചാർജും കൂടി റെസൊണൻസിൽ പങ്കെടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ 6 ഇലക്ട്രോൺ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ലായിരുന്ന ഒരാൾ ഭയങ്കരമായിട്ട് സ്റ്റേബിൾ ആവും ഇഫ് യു ഇൻവോൾവ് ദാറ്റ് ഇലക്ട്രോൺ ഇൻ റെസൊണൻസ്. അപ്പം മോളിക്യൂൾ എന്ത് ചെയ്യും? വെറുതെ അതവിടെ ഇരിക്കേണ്ട, അകത്തോട്ട് കയറി ഓടിക്കഴിഞ്ഞാൽ എനിക്ക് സ്റ്റെബിലിറ്റി കിട്ടും. സോ ആ നെഗറ്റീവ് ചാർജിനെ കൂടി അകത്തോട്ട് കയറി ഓടാൻ ആ മോളിക്യൂൾ സമ്മതിച്ചാൽ you will get 6 pi electrons inside the ring and makes it is aromatic. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, സാറേ ഇത് sp3 അല്ലേ? നോ, നൗ ഇറ്റ് ഈസ് sp2. കാരണം ഈ ഒരു sp3 ഹൈബ്രിഡൈസേഷൻ കീപ്പ് ചെയ്യാൻ ആ ഇലക്ട്രോൺ അവിടെ ലോക്കലൈസ് ചെയ്തിരിക്കത്തില്ല. അയാളെയും കൂടെ കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ sp3 ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്തത്. പക്ഷേ ആ ഇലക്ട്രോൺ ഓൾവേസ് അണ്ടർ റെസൊണൻസ് ആയതുകൊണ്ട് അതിനവിടെ ഹൈബ്രിഡൈസേഷൻ sp3 ഉണ്ടാക്കി തരാനുള്ള നേരമില്ല. അയാൾ റെസൊണൻസിൽ പങ്കെടുക്കുന്നു. ആൻഡ് ദാറ്റ്സ് വൈ sp3 ഇസ് കൺവേർട്ടഡ് ടു sp2. ആക്ച്വലി ഇത് sp3 അല്ല, ഇത് sp2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്ന ആൾ പക്ക അരോമാറ്റിക് ആണ്. തന്നെയല്ല, നിങ്ങളിപ്പം ഓൾറെഡി അത്യാവശ്യം പഠിച്ച ആൾക്കാരായതുകൊണ്ട് അറിയാം, സൈക്ലോപെൻറ്റാഡൈനൈൽ കാർബാനിയോൺ ഈസ് ഹൈലി സ്റ്റേബിൾ കാർബാനിയോൺ ബിക്കോസ് ഓഫ് ഇറ്റ്സ് അരോമാറ്റിസിറ്റി. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്നതായതുകൊണ്ട് A ഒക്കെ അപ്പോഴേ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ A ഒരെണ്ണം ആൻസർ ആണ്. അപ്പോൾ അരോമാറ്റിക്കിൽ A വരുന്ന 2 ഓപ്ഷൻസേ നിങ്ങളുടെ കയ്യിലുള്ളൂ. ഏതൊക്കെയാണ്? 3ഉം 4ഉം. ശരി, ഇനി B എന്ന് പറയുന്നത് പറഞ്ഞേ 4 പൈ ഇലക്ട്രോൺസേ അതിൻ്റെ ഉള്ളിലുള്ളൂ. നിങ്ങളുടെ അരോമാറ്റിക് ആണോ നോട്ട് അരോമാറ്റിക് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതറിയാം, ഉറപ്പായിട്ടും അല്ല, B എന്ന് പറയുന്ന ആളെ വരത്തില്ല. അപ്പം നമ്മുടെ ഈ ഓപ്ഷനും കട്ടായി പോയിട്ട് ആൻസർ നിങ്ങൾക്ക് 4 എന്ന അപ്പം തന്നെ കിട്ടി. ഇനി നിങ്ങൾ ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഓപ്ഷൻസ് കട്ട് ചെയ്ത് വിട്ടാൽ ആൻസറായി. വേണമെങ്കിൽ ചെക്ക് ചെയ്തേക്കാം. ഇത് വരുമ്പം കോൺജുഗേഷനാണ്, റെസൊണൻസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അകത്തെ 2 പൈ ഇലക്ട്രോൺസേ ഉള്ളൂ. സോ അരോമാറ്റിസിറ്റി ഒബേ ചെയ്യുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ 2 പൈ ഇലക്ട്രോൺസ് ഉള്ളൂ, പക്ഷേ ഇത് sp3 അല്ലേ? sp3 എങ്ങനെ ശരിയാവും നോക്കിയപ്പോഴാണ് ഇത് കോൺജുഗേറ്റഡ് ആണ്. ഇതുമായിട്ടും റെസൊണൻസിലാണ്.
ദാറ്റ് മീൻസ് ഇതിൻ്റെ sp3 ശരിക്കും sp3 അല്ല മക്കളെ, sp2 ആണ്. അങ്ങനെ ഇതും കൂടെ അകത്തോട്ട് കയറി ഓടിക്കഴിഞ്ഞാൽ 6 പൈ ഇലക്ട്രോൺസ് വരും. അത് നമ്മളുടെ ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. സോ ഇത് കറക്റ്റാണ്. എയും സിയും ഡിയും കിട്ടി. ഇത് കാണുമ്പോഴേ അറിയാം ദിസ് ഇസ് കോൾഡ് ട്രോപ്പീലിയം കാർബോക്യാറ്റോൺ. ദാറ്റ് ഈസ് ദി ഹൈലി സ്റ്റേബിൾ കാർബോക്യാറ്റോൺ ബിക്കോസ് ഓഫ് ഇറ്റ്സ് അരോമാറ്റിസിറ്റി ആൻഡ് ദിസ് ഈസ് ദി സിംപ്ലസ്റ്റ് അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. സോ ഇയും എച്ചും അരോമാറ്റിക് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാം 8 പൈ ഇലക്ട്രോൺസ് എന്നാണ് കിട്ടുന്നത്, ഹക്കൽസ് റൂൾ ഒബേ ചെയ്യില്ല. 4 പൈ ഇലക്ട്രോൺസ് എന്നാണ് കിട്ടുന്നത്, ഹക്കൽസ് റൂൾ ഒബേ ചെയ്യില്ല. സോ അങ്ങനെയാണെങ്കിൽ ബി എഫ് ജി ആർ നോട്ട് അരോമാറ്റിക് while all others are aromatic. I hope you got the idea. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ ഒരു നെഗറ്റീവ് ചാർജ് പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അയാൾ പങ്കെടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ നോക്കുക. ഗുണം ഉണ്ടെങ്കിൽ പങ്കെടുപ്പിച്ചു, ഗുണം ഇല്ലെങ്കിൽ പങ്കെടുപ്പിക്കേണ്ട. അപ്പോൾ ഈ 2 പൈ ഇലക്ട്രോൺസോടെ അകത്തോട്ട് കയറി ഓടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് അരോമാറ്റിസിറ്റി ബിക്കോസ് ഓഫ് ദി 6 പൈ ഇലക്ട്രോൺസ് ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അണ്ടർഗോ റെസൊണൻസ് വിത്ത് ദി ബെൻസീൻ റിംഗ്, മീൻസ് സൈക്ലോപെൻറ്റീൻ റിംഗ്. Question number 52. An optically active alkyl halide C4H9Br. C4H9Br എന്ന് പറയുമ്പോൾ ബ്യൂട്ടേൻ ആണല്ലോ. അപ്പോൾ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ ഒരു ചലഞ്ചും ഇല്ലടോ. ഇവിടെ ബ്രോമിൻ കൊടുത്താൽ മതി. ബാക്കി നോക്കിയേ CH3, CH2, CH3 കണ്ടോ, ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് ബിക്കോസ് ഓഫ് കൈറൽ കാർബൺ ആറ്റം. റിയാക്ട്സ് വിത്ത് ഹോട്ട് KOH dissolved in ethanol and forms alkene. ഓക്കെ, അപ്പം നമ്മൾ ആൽക്കഹോളിക് KOH നമ്മൾ ഹീറ്റ് ചെയ്തു. അപ്പോൾ എന്താ നടക്കുന്നത്? ബീറ്റ എലിമിനേഷൻ നടക്കും. എന്നിട്ട് പറഞ്ഞോ, ഇത് ആൽഫ കാർബൺ, ഇത് β1, ഇത് β2. ബട്ട് അക്കോർഡിംഗ് ടു സെയ്റ്റ്സഫ് റൂൾ മോർ സബ്സ്റ്റിറ്റ്യൂഷൻ വരണമെങ്കിൽ β1 മസ്റ്റ് ബി പ്രിഫേർഡ്. കാരണം β2 നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെർമിനൽ ആൽക്കീൻ കിട്ടും. ടെർമിനൽ ആൽക്കീൻ വരുമ്പം അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കുറവാണ്. കാരണം ഡബിൾ ബോണ്ട് CH2 എന്ന് വരുമ്പം അവിടുത്തെ 2 ഹൈഡ്രജനെയും ഒരു ഗ്രൂപ്പുകളും വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ടെർമിനൽ ആൽക്കീൻ ഉണ്ടാക്കണ്ട, ഇന്റേണൽ ആൽക്കീൻ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ വരുമ്പോൾ β1 ഇസ് പ്രിഫേർഡ് അക്കോർഡിംഗ് ടു സെയ്റ്റ്സഫ് റൂൾ ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? CH3 CH ഡബിൾ ബോണ്ട് CH3 ആയിട്ട് മാറി. ആൻഡ് ദിസ് കോമ്പൗണ്ട് ഈസ് ബി ആണ് അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ ഇതാണ്, ബി എന്ന് പറയുന്ന ആളെ കിട്ടി. ശരി, ഇനി അവർ പറഞ്ഞേക്കുന്നത് എന്താ? വിച്ച് റിയാക്ട്സ് വിത്ത് ബ്രോമിൻ ടു ഗിവ് ഡൈബ്രോമൈഡ്. ഓക്കെ, ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ആൻറ്റി അഡീഷൻ ആണ് എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് CH3 CHBr ഒരു CH മേളിലോട്ടാണ് വരുന്നത്. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. CH3Br CH3 and this is C. The compound C converted into a gas upon reacting with alcoholic NaNH2. NaNH2 ആൽക്കഹോളിക്കിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം അല്ലേ. ആദ്യം ഇവിടുന്ന് ഒരു ബ്രോമിനും എച്ചും പോകും, ബ്രോമിനും എച്ചും പോകും. പിന്നെ ഇവിടുന്ന് ഒരു ബ്രോമിനും എച്ചും പോകും. എന്നിട്ട് ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരും. സോ ദിസ് ഇസ് CH3 C ട്രിപ്പിൾ ബോണ്ട് CH3 ആൻഡ് ദിസ് ഇസ് D. മക്കളെ, ഇതൊരു ഗ്യാസ് ആണ് എന്ന് ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിൽ തന്നെയുണ്ട്. ദി ഫസ്റ്റ് 3 members ആർ ഗ്യാസസ്. ഫസ്റ്റ് 3 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ അല്ലേ. അവർ ഗ്യാസ് ആണ്. ഇനി അവർ പറയുന്നത് ഡ്യൂറിങ് ഹൈഡ്രേഷൻ 18 gram of water is added to 1 mole of the gas D on warming with mercuric sulfate and dilute acid at 333 Kelvin to form the compound E. ഓക്കെ, സിമ്പിൾ. അതായത് ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾ എന്താ ആഡ് ചെയ്യണം? 18 gram, ഒരു മോൾ 18 gram എന്ന് വെച്ചാൽ 1 mol വാട്ടർ ആണ്. അപ്പോൾ നമ്മൾ 1 mol വാട്ടർ ആഡ് ചെയ്തു ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് ആസിഡ് ആൻഡ് മെർക്കുറിക് സൾഫേറ്റ് ആൻഡ് യൂസിങ് 333 Kelvin ടെമ്പറേച്ചർ. ഇത് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻ ആണ്. ഈത്തൈൻ ആണെങ്കിൽ എത്തനാൽ തരും. ബാക്കിയുള്ള ഏത് ആൽക്കൈൻ എടുത്താലും കറസ്പോണ്ടിങ് കീറ്റോൺ തരും എന്നും പറഞ്ഞ് പഠിച്ചാണ്. സോ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതാ? CH3 C ഡബിൾ ബോണ്ടോ CH2 CH3 വരും. സോ ദിസ് ഇസ് ബ്യൂട്ടാൻ 2 on കിട്ടും അല്ലേ. അവർ ചോദിച്ചേക്കുന്ന IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട് E. സോ ദാറ്റ് ഈസ് ബ്യൂട്ടാൻ 2 on. ആൻസർ ഈസ് ഓപ്ഷൻ 3. കണ്ടോ, വളരെ സിമ്പിളാണ്. സോ ഹൈഡ്രേഷൻ മെത്തേഡ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. മെർക്കുറി സൾഫേറ്റ് ഇത് ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിലും പഠിച്ചാണ്, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിലും പഠിച്ചാണ്. 53. ദി പ്രോപ്പർട്ടി or properties that show irregularity in first 4 elements of group 17, and group 17 elements are fluorine, chlorine, bromine and iodine. Covalent radius like this.
equivalent radius regular ആണ്. അവർ ചോദിച്ചിരിക്കുന്നത് irregularity, so A is not your answer. So you can cut off 2 and 4. Then electron affinity, yeah, there is an exception because electron affinity, first of all chlorine, then fluorine, then bromine, then iodine, there is an irregularity. So in B there is an irregularity. Ionic radius, no, same, not there. So A, B, C, B and D. Then D, first ionization enthalpy, no, ionization enthalpy decreases down the group. That is also correct. So ഇതില് irregularity വരുന്നത് B only. Answer is option 3. 54. Which of the following graph correctly represents the plot of KH at 1 bar gases in water versus temperature? ഇതിൽ നിങ്ങൾക്കറിയാം ഹെൻറീസ് ലോ അനുസരിച്ച് പാർഷ്യൽ പ്രഷർ ഓഫ് എനി ഗ്യാസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ആണ്. നമ്മളത് കളയാൻ വേണ്ടി ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ കൊണ്ടുവന്നു. ദെൻ KH ഓഫ് ദി ഗ്യാസ് വിൽ ബി ഈക്വൽ ടു പ്രഷർ ഓഫ് ദി ഗ്യാസ് ഡിവൈഡഡ് ബൈ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ആണ്. ദാറ്റ് മീൻസ് പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ആൻഡ് KH ഓഫ് ദി ഗ്യാസ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നും കിട്ടും അല്ലെ. പ്രഷർ 1 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മോൾ ഫ്രാക്ഷൻ ഇൻക്രീസസ്, KH വാല്യൂ ഡിക്രീസസ്. ഇനി ഗ്യാസ് ഇൻ വാട്ടർ ഇതെന്ന് പറയുന്നത് എപ്പോഴും ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് dissolution decreases, therefore mole fraction also decreases, therefore KH increases. അല്ലേ? അതായത് നിങ്ങളുടെ ഗ്യാസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സുകളെല്ലാം എക്സോതെർമിക് റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂടിയാൽ ഡിസൊല്യൂഷൻ കുറയും. ഡിസൊല്യൂഷൻ കുറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ കുറയും. മോൾ ഫ്രാക്ഷൻ കുറഞ്ഞാൽ KH കൂടും. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ്, KH ഇൻക്രീസസ് ആവാറുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ ഗ്രാഫിലും KH ഇൻക്രീസസ് ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇത് നമ്മളുടെ ഓപ്ഷനിൽ വരില്ല. കാരണം ഇത് y is equal to mx plus c എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ടെമ്പറേച്ചർ നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ ഇൻക്രീസസ്, KH ഇൻക്രീസസ്, ഇത് കറക്റ്റാണ്. പക്ഷേ ഈ ഗ്രാഫ് വരാത്തതിന് കാരണം OHൻ്റെ ഓക്സിജൻ്റെ സോലുബിലിറ്റി നൈട്രജനേക്കാൾ കൂടുതലാണ്. ഓക്സിജൻ വെള്ളത്തിൽ കുറച്ചുകൂടി നന്നായിട്ട് സോലുബിൾ ആണ് ആരേക്കാൾ? നൈട്രജനേക്കാൾ. അപ്പോൾ ഓക്സിജൻ്റെ KH വാല്യൂ നൈട്രജനേക്കാൾ കുറഞ്ഞാൽ നിൽക്കേണ്ടത്, പക്ഷേ ഇവിടെ കൂടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് തെറ്റാണ്. പിന്നുള്ളത് KH ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ ഇത് വരാം. ഇവിടെയും KH ഇൻക്രീസസ് വരുമ്പം ഹീലിയം, നൈട്രജൻ, ഓക്സിജൻ കറക്റ്റാണ്. ഇത് കണ്ടിന്യൂസ്ലി ഇൻക്രീസസ്, അപ്പോൾ നമുക്ക് ഹോൾഡിൽ വെക്കാം. അതുപോലെ ഇതോ ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. ദിസ് ഇസ് ഓൾസോ ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. ഡെഫിനറ്റ്ലി ഈ ഗ്രാഫ് തെറ്റാണ്. കാരണം നൈട്രജൻ്റെ ഹീലിയത്തിൻ്റെ ഒക്കെ KH വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈയാണ്, മേളി വരും. അപ്പോൾ ഇതിൽ തന്നെയാണ് ഹീലിയമാണ് മേളി വരേണ്ടത്, അതും തെറ്റാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഹീലിയം, നൈട്രജൻ, മീഥേൻ, ഹീലിയം, നൈട്രജൻ, ഈ രണ്ട് ഗ്രാഫേ പറ്റൂ. ഇനി ഇതിൻ്റെ പ്രത്യേകത ശരിക്കും ടെമ്പറേച്ചർ ഇൻക്രീസസ്, KH വാല്യൂ ഇൻക്രീസസ് ആണ്. ബട്ട് ആഫ്റ്റർ എ സർട്ടൺ പോയിന്റ് ഓഫ് ടൈം, നമ്മൾ ഇവർ പറഞ്ഞിട്ടില്ല ഏത് ടെമ്പറേച്ചർ വരെയാണെന്ന്. ഒരു ടെമ്പറേച്ചറിന് ശേഷം ചിലപ്പോൾ നമ്മളുടെ ഗ്യാസ് മോളിക്യൂളിന് ആക്ടിവേഷൻ എനർജി കൂടുതൽ കിട്ടിയാൽ ദേ മേ റിയാക്ട്സ് വിത്ത് ദി വാട്ടർ. അങ്ങനെ വെള്ളമായിട്ട് റിയാക്ട് ചെയ്താൽ സോലിബിലിറ്റി ഇൻക്രീസസ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഇൻക്രീസസ്, therefore KH decreases. So first increases then decreases. So the answer will be option 4 ആണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ മിക്ക ആൾക്കാരും ചിലപ്പം ആൻസർ അത് എഴുതാൻ ചാൻസ് ഇല്ല. കാരണം നമുക്ക് പഠിച്ചേക്കുന്നത് എങ്ങനെയാണ്? ടെമ്പറേച്ചർ ഇൻക്രീസസ്, KH വാല്യൂ ഓൾസോ ഇൻക്രീസസ് എന്നാണ്. ഡിക്രീസ് ചെയ്യുന്നത് നമ്മൾ NCERTയിലും ഇന്ത്യയിട്ടില്ല, സിലബസിലൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ പോലും നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ 25 ചോദിച്ചാണ് അവർ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ ഇതാണ്. പക്ഷേ നമ്മൾ വേറൊരു ബുക്കുകളിലും അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ എവിടെയും കുറേ ബുക്കുകൾ റെഫർ ചെയ്തിട്ടൊന്നും അങ്ങനെ കണ്ടില്ല. KH ടെമ്പറേച്ചർ അനുസരിച്ച് കണ്ടിന്യൂസ്ലി കൂടുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ചിലപ്പം ടെമ്പറേച്ചർ എവിടം വരെ പോകുന്നു എന്ന് പറയാത്തതുകൊണ്ട് മേ ബി അറ്റ് ഹയർ ടെമ്പറേച്ചർ ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ ആക്ടിവേഷൻ എനർജി ഭയങ്കര കൂടുതൽ കിട്ടുകയും അത് നല്ല ആക്റ്റീവ് മോളിക്യൂൾ ആകുകയും ചെയ്താൽ ദേ മേ റിയാക്ട്സ് വിത്ത് വാട്ടർ. സോ ദി ഡിസൊല്യൂഷൻ ഇൻക്രീസസ് ആൻഡ് മോൾ ഫ്രാക്ഷൻ ഇൻക്രീസസ്, therefore KH ഡിക്രീസസ്. ആ ഒരു പോസിബിലിറ്റി മാത്രമേ പറയാൻ പറ്റൂ. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. 55. According to Bohr's model of hydrogen atom, which of the following statement is incorrect ആണ്? മാറരുത് കേട്ടോ, ഇൻകറക്റ്റ് ആണ്. റേഡിയസ് ആണ് Rn is equal to A0 n square by Z പൈക്കോമീറ്റർ ഓർ ആങ്സ്ട്രം വാട്ട് എവർ ഇറ്റ് ഈസ്. പൈക്കോമീറ്റർ ആണെങ്കിൽ A0യുടെ വാല്യൂ 52.9 ആയിരിക്കും. ശരി, റേഡിയസ് ഓഫ് ദി തേർഡ് ഓർബിറ്റ് ഈസ് 9 times larger than that of the first orbit. ഹൈഡ്രജൻ അല്ലേ? Z equal to 1. സോ ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് Z is equal to 1 ആണ്.
സോ Rn is equal to A0 n square എന്ന് അങ്ങ് എടുത്തേക്കാം and that much picometer. സോ ഇവിടെ A0 കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ Rn will be directly proportional to n square എന്ന് കിട്ടും. ഇനി പറഞ്ഞു റേഡിയസ് ഓഫ് ദി തേർഡ് ഓർബിറ്റ് ദാറ്റ് ഈസ് n is equal to 3 is 9 times larger than that of the first orbit. n is equal to 1. Yeah, correct ആണ് അല്ലേ? ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് and that's why this is not your answer. Then radius of the eighth orbit is 4 times larger than the fourth orbit. അപ്പോൾ 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 വരും. നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? n is equal to 8 വരും. ഇത് വരുമ്പോൾ എന്ത് വരും? n സ്ക്വയർ ഈക്വൽ ടു 9 വരും. ഇത് n സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ കറക്റ്റാണ്. ഇനി രണ്ടാമത്തേൽ n സ്ക്വയർ ഈക്വൽ ടു 64 വരും. ഇവിടെ n ഈക്വൽ ടു 4 ആണ്. അപ്പോൾ അവിടുത്തെ n സ്ക്വയർ ഈക്വൽ ടു 16 വരും. സോ 16 into 4 is 64 and this is also correct, not your answer. Then radius of the sixth orbit n is equal to 6 ആണ്. അങ്ങനെ വരുമ്പോൾ n square equal to 36 ആണ്. Then n is equal to fourth orbit. So this is n square equal to again 16 ആണ്. So 6 3 times. Oh, that is wrong. അല്ലേ? അത് തെറ്റിപ്പോയി. ഓപ്ഷൻ 3 is wrong. Radius of the sixth orbit is 3 times that of the fourth orbit എന്നുള്ള തെറ്റിപ്പോയി അല്ലേ? 6 times അല്ല, ഇത് into 6 അല്ലല്ലോ 36. അല്ല സോറി, അത് into 3 അല്ലല്ലോ 36. Then radius of the fourth orbit n is equal to 4. That means n square equal to 16 is 4 times larger than that of the second orbit and this is 2. So n square equal to 4. So 4 into 4 is 16. So this is also correct and this is not your answer. Okay, so answer is option 3. 56. Thermometer, stirrer. ഇത് thermometer ആണ്, stirrer ആണ്. ഇത് രണ്ട് ചേംബർ ആയിരിക്കുമേ. Two vessels A and B are connected via stopcock. Yeah. The vessel A is filled with the gas at a certain pressure and the entire assembly is immersed in water and is allowed to come into thermal equilibrium with water. Okay, thermal equilibrium. Then after opening the stopcock, the gas from vessel A expand into vessel B and no change in temperature is observed in the thermometer. Okay, thermometerൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഒന്നുമില്ല അല്ലേ? അപ്പം നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് ഒബ്സർവ് എന്ന് വെച്ചാൽ ഇപ്പം നടന്നത് ഐസോ തെർമൽ എക്സ്പാൻഷൻ ആണ് അല്ലേ? ഐസോ തെർമൽ എക്സ്പാൻഷൻ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എയിലാണ് ഗ്യാസ് ഫില്ല് ചെയ്തത് അല്ലേ? അപ്പം എ ഇത് തുറന്നു കഴിയുമ്പോൾ തന്നെ എക്സ്പാൻഡ് ഇൻ ടു വെസൽ ബി ആ. അപ്പം മീനിങ് എന്താ? ബി എന്ന് പറയുന്ന ഇനീഷ്യലി അല്ലേ? ഇനീഷ്യലി എന്ന് പറയുന്നത് വാക്യൂമാണ്. അതിനകത്ത് എന്തില്ല? പ്രഷറൊന്നുമില്ല. അപ്പോൾ ആക്ച്വലി ഈ എക്സ്പാൻഷൻ എന്താ? ആസ് അലൗഡ് ടു എക്സ്പാൻഡ്. ഇതല്ലേ ഈ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫ്രീ ആണ്. സോ ദിസ് ഈസ് ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷനായി. ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷൻ്റെ പ്രത്യേകത എന്താ? അഡയബാറ്റിക്ക. അപ്പോൾ എല്ലായി പറഞ്ഞ് ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ഡെൽറ്റ യുവിൻ്റെ വാല്യൂ 0. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ W is equal to 0 and Q is also 0 because it is adiabatic. So, okay, which of the following statement is true? Not true. The pressure in the vessel B before opening the stopcock is 0. Yeah, because there is a vacuum. Answer is option 4. 57. A solution is made by mixing 1 mole of a volatile liquid A with volatile liquid B. Okay, 3 moles of volatile liquid B. The vapor pressure of pure A 200 and that of the solution 500. The vapor pressure of pure B and the least volatile component of the solution respectively are. Okay, അപ്പോൾ നമുക്ക് നോക്കാമേ. നിങ്ങൾക്കറിയാം വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു PA0 കൈ A പ്ലസ് PB0 കൈ B അല്ലേ? റോൾസ് ലോയിലെ നമുക്ക് ഇക്വേഷൻ അറിയാം. ദെൻ ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു 500 അല്ലേ? ദാറ്റ് ഓഫ് ദി സൊല്യൂഷൻ ഈക്വൽ ടു P0A is 200, mole fraction of A, number of moles of A by total number of moles. Okay, plus P0B into number of moles of B divided by, number of moles of B is actually 3 divided by 1 plus 3. ഇനി നമ്മൾ സോൾവ് ചെയ്യുമ്പം 500 is equal to 200 into 1 by 4 plus P0B into 3 by 4 എന്ന് വരും. ഓക്കെ, സോ 4 വെച്ച് കഴിയുമ്പോൾ 50 വരും. സോ ദിസ് ഇസ് 50, 500. സോ ദിസ് ഇസ് 450 is equal to P0B into 3 by 4 വരും. സോ P0B is equal to 450 into 4 by 3. 3 വെച്ച് കട്ട് ചെയ്യുമ്പം
150 ഇൻറ്റു 4 എന്ന് പറയുമ്പം 600 അല്ലേ, 600 mmHg എന്ന് വരും. സോ ദാറ്റ് ഈസ് P0B. അപ്പോൾ ഓക്കെ, അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, P0A എന്ന് പറയുന്നത് 200 mm P0B എന്ന് പറയുന്നത് 600 mm. അപ്പോൾ A എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനേക്കാൾ ഭയങ്കര കൂടുതലാണ് B എക്സേർട്ട് ചെയ്യുന്നത്. സോ A വേപ്പറൈസ് ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ B വേപ്പറൈസ് ചെയ്യും. സോ ദി മോർ വോളറ്റൈൽ കമ്പോണൻറ്റ് വിൽ ബി B, so the least volatile component will be A. So answer will be option 4. അവർ ചോദിച്ചേക്കുന്ന least volatile component ആണ്, and that's why the answer is option A. 58. Calcium carbonate, HCl, calcium chloride, okay, whatever. Consider the above reaction. What mass of calcium chloride will be formed if 250 ml of 0.76 molar HCl reacts with 1000 gram of calcium carbonate? So they asked about what mass of calcium chloride is obtained when 250 ml HCl and okay. So there is a limiting reagent. നിങ്ങൾക്കറിയാം, 2ൽ കൂടുതൽ പാരാമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഉറപ്പായിട്ടും ലിമിറ്റിംഗ് റിയേജൻ്റ് ഉണ്ട്. നമുക്ക് ആദ്യം അത് ചെക്ക് ചെയ്ത് നോക്കാവേ. അപ്പോൾ 1 മോൾ കാൽഷ്യം കാർബണേറ്റിന് 2 മോൾ HCl ഉണ്ടെങ്കിൽ 1 മോൾ കാൽഷ്യം ക്ലോറൈഡ് ഉണ്ടാക്കാം. സോ ദേ ആസ്ഡ് അബൌട്ട് ദി മാസ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ്. അപ്പം ഞാനിത് മാസാക്കി എഴുതാൻ പോവുകയാണേ. കാൽഷ്യം ക്ലോറൈഡിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 111 gram ആണ്. 111 40 71 അല്ലേ. ശരി, ദെൻ വിൽ ബി ഫോംഡ് ബൈ, ഇത് നമ്പർ ഓഫ് മോൾസ് ആക്കാം. നമ്പർ ഓഫ് മോൾസ് പറയുമ്പോൾ 250 ഇൻറ്റു 0.76. സോ ദിസ് ഇസ് 250 ഇൻറ്റു 0.76 ഇൻറ്റു 10⁻³ മോള് എന്ന് എഴുതി. ഞാനവിടെ മോൾസിൽ കിടക്കുന്നതാണ്, മോൾ എഴുതി. ഇനി ഇവരുടെ മാസാണ്, അപ്പം ഞാനിത് 100 gram എന്ന് എഴുതിയേ. ഓക്കെ, നമുക്ക് ഈ ഒരു മാസ് എടുത്ത് കളയാം. അവർ ഇപ്പം ചോദിച്ചിട്ടില്ലല്ലോ അതല്ലേ, ഇപ്പം ചോദിക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ എഴുതാം. ഇത് ഞാൻ മാസാക്കി, ഇത് മാസാക്കി, ഇത് നമ്മൾ മോൾസാക്കി. അപ്പം ഞാൻ എന്തിനങ്ങനെ മാറ്റിയെന്ന് വെച്ചാൽ, എനിക്ക് ചെയ്യാൻ എളുപ്പത്തിന് അവർ കാൽഷ്യം ക്ലോറൈഡിൻ്റെ മാസ് ചോദിച്ചു, ഞാൻ മാസാക്കി എഴുതി. പിന്നെ HCl അവർ ചോദിച്ചേക്കുന്ന മൊളാരിറ്റി ആൻഡ് വോളിയം, അത് നമ്പർ ഓഫ് മോൾസ് ആക്കാൻ എളുപ്പം. അപ്പം ഞാൻ നമ്പർ ഓഫ് മോൾസ് തന്നെ എഴുതി. 1000 gram ഇതിങ്ങനെ എഴുതി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 100 gramന് 2 മോൾ HCl വേണം അല്ലേ. 100 gramന് 2 മോൾ HCl. അങ്ങനെയാണെങ്കിൽ 1000 gramന് എത്ര വേണം? 20 മോൾ HCl വേണം. ഇനി ഉണ്ടോ നോക്കാൻ വേണ്ടി നോക്കിയേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl എന്ന് പറയുന്നത് മൊളാരിറ്റി ഇൻറ്റു വോളിയമാണ്. മൊളാരിറ്റി 0.76 ഇൻറ്റു വോളിയം 250 ml ആവുമ്പം 10⁻³ എന്ന് വരും. ഇത്രയും മോൾസ് എന്നാണ് വരുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണേ, 10⁻³ മോളാണ്. ഇതെങ്ങനെ ചെയ്താലും <20 മോളാണ്. ശരിയല്ലേ? എങ്ങനെ ചെയ്താലും 20യേക്കാൾ കുറവാണ്. ചെയ്തു നോക്കണ്ട, 20യേക്കാൾ കുറവാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വേണ്ടത് 20ആണ്, പക്ഷേ ഇല്ല. ദാറ്റ്സ് വൈ HCl എന്ന് പറയുന്ന ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. ശരി, ഇനി നമ്മൾ ഈ 2 പേരെ പിടിക്കും അല്ലേ. പറഞ്ഞോ, 2 മോൾ HCl നിന്ന് 111 gram ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ 1 മോൾ HClൽ നിന്ന് 111 gram ഡിവൈഡഡ് ബൈ 2 ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ 0.76 ഇൻറ്റു 250 ഇൻറ്റു 10⁻³ മോൾ HClൽ നിന്ന് 111/2 ഇൻറ്റു 0.76 ഇൻറ്റു 250 ഇൻറ്റു 10⁻³ gram കാൽഷ്യം ക്ലോറൈഡ് ഉണ്ടാക്കാം അല്ലേ. കാൽഷ്യം ക്ലോറൈഡിൻ്റെ മാസാണ്. ഇനി നിങ്ങളത് സോൾവ് ചെയ്തെടുത്താൽ മതി. സോൾവ് ചെയ്യുമ്പം നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്യാം. ഇത് 38 വരും അല്ലേ. ഇൻറ്റു 10⁻² എന്ന് അവിടെ എഴുതിയാൽ മതി. പിന്നെ നമുക്കിത് ചെയ്യുമ്പം 111 ഇൻറ്റു 38 ഇൻറ്റു 25 ഇൻറ്റു ഇത് 10 ആണല്ലോ. 10⁻⁻5ഉം 10ഉം 10⁻�4 gram എന്ന് എഴുതാം. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതിയേ. So 38 into 25 എന്ന് പറയുമ്പോൾ 0 remainder 4 19 6 remainder 1. This is 0 5 remainder 1 and this is 950. So 111 into 95. So 5 5 5 9 9 9 5 4 5 and this is 1 0 5 4 5 ഒരു എക്സ്ട്രാ 0 ഇട്ടു. പിന്നെ ഡെസിമൽ പോയിന്റ് 10⁻⁴. അപ്പോൾ ആൻസർ 10.545 gram. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. ഉണ്ടോ, ലിമിറ്റിംഗ് റിയേജൻ്റ് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ. 59. If equal volumes of AB2 and XY both are salts, aqueous solutions are mixed, which of the following combination will give a precipitate of AY2? So precipitation നടക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം
QSP of AY2 must be greater than KSP of AY2 and KSP നിങ്ങൾക്കറിയാം and we need to find out the QSP. ഇനി QSP കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയോ AY2 can be splitted to form A2 plus 2Y minus. Therefore, the QSP which is equal to concentration of A2 plus അല്ലേ A2 plus into concentration of Y minus the whole square അല്ലേ Y minus the whole square. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാവേ ഈക്വൽ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺസെൻട്രേഷൻ എല്ലാം പകുതിയാവും ശരിയല്ലേ ഈക്വൽ വോളിയം എന്ന് പറഞ്ഞാൽ ഈക്വൽ വോളിയം മീൻസ് കോൺസെൻട്രേഷൻ ബിക്കംസ് കോൺസെൻട്രേഷൻ ബൈ 2. ഇനി പറഞ്ഞു ഓപ്ഷൻ 1 നോക്കുവാണേ ഇതിൽ AB2 കോൺസെൻട്രേഷൻ ഓഫ് A2 പ്ലസ് ഇസ് ഈക്വൽ ടു 3.6 into 10 raised to minus 3 molar divided by 2. Then concentration of Y minus equal to upper XY ഉണ്ടല്ലോ അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 5 into 10 raised to minus 4 molar again by 2. Then QSP is equal to ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 3.6 into 10 raised to minus 3 by 2 into 5 into 10 raised to minus 4 by 2 the whole square എന്ന് വരും. ഇപ്പം നമ്മളിത് സോൾവ് ചെയ്യുന്ന സമയത്ത് 3.6 ഇത് 1.8 18 എടുക്കാം 18 into 10 raised to minus 4 into 5 by 2 2.5 so 25 into 10 raised to minus 5 minus 2 വരും minus 10 so which is equal to 18 into 25 into 10 raised to minus 14 എന്ന് വരും. തന്നിരിക്കുന്ന KSP എന്ന് പറഞ്ഞാൽ 10 raised to minus 7 ഇത് അതിനേക്കാൾ ചെറുതാണ് അപ്പോൾ നോക്കണ്ട ഇത്രയും മതി ലെസ് ദാൻ KSP. സോ നോ പ്രസിപ്പിറ്റേറ്റ് അല്ലേ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യില്ല. ഇതുപോലെ ബാക്കി ഓപ്ഷൻസ് ചെയ്യണം. ഇനി ഞാൻ എളുപ്പത്തിൽ ചെയ്യുവാണേ രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞ QSP ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A2 പ്ലസ് ഇതാണ് ഇതിൻ്റെ പകുതി വരുവോളെ 2 into 10 raised to minus 4 by 2 വൈയുടെ ഏതാ 0.8 into 10 raised to minus 3 by 2 the whole square. So which is equal to 10 raised to minus 4 into ഇത് 0.4 ആണ് സോ 4 into 10 raised to minus 4 എന്നാക്കാം സോ 16 into 10 raised to minus 8 so which is equal to 16 into 10 raised to minus 12 which is less than KSP. Therefore no precipitation is occurs. Then option 3 നോക്കാവേ ഓപ്ഷൻ 3 രണ്ടും സെയിം കോൺസെൻട്രേഷൻ ആണ് അപ്പോൾ QSP which is equal to 2 into 10 raised to minus 2 by 2 വൈയുടെ എഴുതുമ്പോഴോ 2 into 10 raised to minus 2 by 2 the whole square so which is equal to 10 raised to minus 2 into 10 raised to ഇത് പറ്റും 10 raised to minus 6 which is greater than KSP മക്കളെ. Therefore precipitation occurs. So the answer will be option 3 and option 4 do your homework. Do as your homework. Okay തന്നെ ചെയ്ത് നോക്കിയാൽ കേട്ടോ. അപ്പോൾ ചെയ്യാൻ എളുപ്പമാണ് ഇക്വിലിബ്രിയം ചാപ്റ്ററിലെ പ്രോബ്ലം ആണ് KSP ആൻഡ് QSP യു നോ ദാറ്റ്. ശരി അപ്പോൾ ഈക്വൽ വോളിയം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് കോൺസെൻട്രേഷൻ. അപ്പോൾ വോളിയം നമ്മൾ ഈക്വൽ വോളിയം എടുത്ത് മിക്സ് ചെയ്യുമ്പം ഓരോരുത്തരുടെയും വോളിയം ഡബിൾ ആവുമല്ലേ അപ്പം കോൺസെൻട്രേഷൻ നേരെ പകുതിയാവും. ക്വസ്റ്റ്യൻ നമ്പർ 16 among SO2 NF3 NH3 XCF2 ClF3 and SF4 the hybridization of the molecule with a non-zero dipole moment എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം കാരണം അതിന് സീറോ ഡൈപോൾ മൊമെൻ്റ് ഹയസ്റ്റ് നമ്പർ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ദി സെൻട്രൽ ആറ്റം ഇതാണ് ആള്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവേ. SO2 പറഞ്ഞ സെൻട്രൽ ആറ്റം സൾഫർ വാലൻസ് ഇലക്ട്രോൺ 6 അതിൽ 4 ഓക്സിജൻ കൊണ്ടുപോകും. ഓക്സിജൻ ഡൈവാലൻ്റ് ആയതുകൊണ്ട് 2 സിഗ്മയും 2 പൈയും പൈ നമ്മൾ ഹൈബ്രിഡൈസേഷനിൽ കൗണ്ട് ചെയ്യരുത്. സോ 2 സിഗ്മ ബോണ്ടും മിച്ചമുള്ള 2 കൂടി ഒരു ലോൺ പെയർ. സോ ഇത് 2+1 ആണ്. ഒരു ലോൺ പെയർ ഉണ്ടെങ്കിൽ ഉറപ്പാണ് അത് പോളാറാണ് അല്ലേ. അപ്പോൾ ഇതിന് എന്തുണ്ട് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ നോൺ സീറോ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നതിൽ ഇത് ക്വാളിഫൈഡ് ആണ്. ഇത് നോൺ സീറോ ഡൈപോൾ മൊമെൻ്റ് ആണ്. കിടക്കട്ടെ. NF3 സെൻട്രൽ ആറ്റം നൈട്രജൻ വാലൻസ് ഇലക്ട്രോൺ 5 5 3 ഫ്ലൂറിൻ കൊണ്ടുപോയി 3 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയറും. സോ ദിസ് ഈസ് ഡെഫിനറ്റ്ലി നോൺ പോളാർ ഡൈപോൾ മൊമെൻ്റ് ആണ്. ഇതും കിടക്കട്ടെ. അപ്പോൾ അമോണിയ ഉറപ്പായിട്ടും നോൺ പോളാർ ഡൈപോൾ മൊമെൻ്റ് ആണ്. കിടക്കട്ടെ. ഇത് സെൻട്രൽ ആറ്റം സിനോൺ ആണ്. വാലൻസ് ഇലക്ട്രോൺ 8 ആണ്. 2 ഫ്ലൂറിൻ കൊണ്ടുപോയി 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും. സോ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2+3 ആണ്. അപ്പോൾ 3 ലോൺ പെയർ ഇല്ല സാറേ പിന്നെ എന്നാ പോളാർ ആവാത്തേ എന്ന് ചോദിച്ചാൽ പറയണം വെക്ടർ ക്യാൻസലേഷൻ. XCF2ൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. സിനോൺ 2 ഫ്ലൂറിന് ഇങ്ങനെ ഇരിക്കും. 3 ലോൺ പെയർ 2 ഇങ്ങനെ ഇരിക്കും. 1 താഴോട്ടിരിക്കും. ഈ 2 പേരുടെ വെക്ടർ ക്യാൻസൽ ഔട്ടായി. ഈ 2 പേരുടെ റിസൾട്ടൻറ്റും താഴേക്കും ക്യാൻസൽ ഔട്ടായി. സോ സീറോ
ഡൈപോൾ മൊമെൻറ്റ്. ClF3 സെൻട്രൽ ആറ്റം ക്ലോറിൻ വാലൻസ് ഇലക്ട്രോൺ 7, അതിൽ 3 എണ്ണം ഫ്ലോറിൻ കൊണ്ടുപോയി, 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും. സോ ഡെഫിനറ്റ്ലി ദിസ് 3+2 ഈ 2 ക്യാൻസൽ ഔട്ട് ആയി പോകുന്നില്ല, കാരണം ClF3യുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബെൻഡ് T ഷേപ്പാണ്. ഇനി SF4 സെൻട്രൽ ആറ്റം സൾഫർ വാലൻസ് ഇലക്ട്രോൺ 6, 4 എണ്ണം ഫ്ലോറിൻ, 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും. സോ ഡെഫിനറ്റ്ലി 1 ലോൺ പെയർ ഉള്ള എല്ലാ ആൾക്കാരും പോളാറാണ്. സോ ദിസ് ഈസ് അല്ലെ ഹാവിങ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കട്ട് ചെയ്ത ഓപ്ഷൻ XCF2 അത് നോൺ സീറോ ഡൈപോൾ മൊമെൻ്റ് അല്ല, 0യാണ്. ഇനി ഏറ്റവും കൂടുതൽ ലോൺ പെയർ ഉള്ള ആൾക്കാർ ClF3, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ 3, 2, 5 sp3D വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 അല്ലേ. ഓക്കെ, ദെൻ 61. Given below are 2 statement. വാനിലിൻ്റെ സ്ട്രക്ചറാണ് അത് കേട്ടോ, നമ്മൾ ആൽഡിഹൈഡിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ബെൻസാൽഡിഹൈഡിൻ്റെ പാരാ പൊസിഷനിൽ OH, OHൻ്റെ ഓർത്തോയിൽ OCH3. വാനിലിൻ വിൽ റിയാക്ട്സ് വിത്ത് NaOH ആൻഡ് ഫിനോളിക് ഗ്രൂപ്പ് NaOH ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ റിയാക്ട് വിത്ത് NaOH എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, ബിക്കോസ് ഓഫ് ഏത് ഗ്രൂപ്പാണ്? ഫിനോളിക് OH ഗ്രൂപ്പ്. ആൻഡ് ഓൾസോ വിത്ത് ടോളൻസ് റിയേജൻറ്റ് ബിക്കോസ് ഓഫ് ആൽഡിഹൈഡ് ലിങ്കേജ്. Okay, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്. ദെൻ വാനിലിൻ വിൽ അണ്ടർഗോ സെൽഫ് ആൽഡോൾ കണ്ടൻസേഷൻ വെരി ഈസിലി. നോ, ബിക്കോസ് ദിസ് ഈസ് ദി ആൽഫ കാർബൺ ആൻഡ് ഹിയർ നോ ഹൈഡ്രജൻ. സോ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്, 2 ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ 2 വരും. 62. Identify the correct statement from the following. All naturally occurring amino acid except glycine contain 1 chiral center. നിങ്ങൾക്കറിയാം ഗ്ലൈസിൻ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ബാക്കി എല്ലാ അമിനോ ആസിഡുകൾക്കും ഒരു കൈറാൽ സെൻറ്റർ ഉള്ളതെന്നാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, അത് റോങ് ആണ്. കാരണം ഐസോല്യൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ട്. ഐസോല്യൂസിൻ എന്ന് പറയുന്നത് ഇപ്പോൾ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ എഴുതുമ്പോൾ നമ്മൾ ഇവിടെ H അല്ല, ഇവിടെ H, ഇവിടെ നമ്മൾ COH, ഇവിടെ നമ്മൾ NH2 കൊടുക്കും, ഇവിടെ നമ്മൾ CH3, CH2, CH3. ഇതാണ് ഐസോല്യൂസിൻ. ഐസോല്യൂസിനിൽ ഈ കാർബൺ എന്ന് പറയുന്ന കൈറാലാണ് ആൻഡ് ദിസ് കാർബൺ ഈസ് ഓൾസോ കൈറാൽ. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ 1 എന്നുള്ളത് തെറ്റാൻ കാരണം ഐസോല്യൂസിനാണ്. ഓൾ നാച്ചുറലി ഒക്കറിങ് അമിനോ ആസിഡ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്, അതും തെറ്റാണ്. അതിന് എക്സെപ്ഷനാണ് ഏത്? ഗ്ലൈസിൻ. ആൻഡ് ഗ്ലൈസിൻ ഈസ് ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആണ് ബിക്കോസ് നോ കൈറാൽ കാർബൺ. ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ വരും. COOH, NH2 ആൻഡ് ദിസ് ഇസ് H. ഇവിടെ CH2OH, COOH. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് തന്നെ വിളിക്കുന്നത്. ഇറ്റ്സ് ദി ഒൺലി അമിനോ ആസിഡ് ദാറ്റ് കണ്ടെയ്ൻ COH ഇൻ ദി സൈഡ് ചെയിൻ. സൈഡ് ചെയിൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ R ഗ്രൂപ്പ്. അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണല്ലോ, ഏതാ? COOHും ഇവിടെ NH2ഉം ഇവിടെ Hഉം ഇവിടെ R. ഇതാണ് നമ്മുടെ സൈഡ് ചെയിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സൈഡ് ചെയിൻ്റെ അകത്ത് COH ഗ്രൂപ്പുള്ള ഗ്ലൂട്ടാമിക് ആസിഡ് മാത്രമുള്ളതെന്ന് അല്ല. ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ സ്ട്രക്ചറാണ് ഇത് എങ്കിൽ ഇതിൽ ഒരു CH2 നിങ്ങളൊന്ന് റെഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ആ ഗ്രൂപ്പ് ഇങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന പേരാണ് അസ്പാർട്ടിക് ആസിഡ്. സോ ഗ്ലൂട്ടാമിക് ആസിഡിൽ മാത്രമല്ല COH ഉള്ളത്, ഏതിലുണ്ട്? അസ്പാർട്ടിക് ആസിഡ്. ഇതാണ് ഗ്ലൂട്ടാമിക് ആസിഡ്, ഇതിൻ്റെ പേരാണ് അസ്പാർട്ടിക് ആസിഡ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റിപ്പോയി. പിന്നെ ഉള്ളത് അമിനോ ആസിഡ് സിസ്റ്റീൻ ഈസിലി അണ്ടർഗോ ഡൈമറൈസേഷൻ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഫ്രീ SH ഗ്രൂപ്പ്. നിങ്ങൾക്ക് സിസ്റ്റീൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് തന്നെയാണ് സിസ്റ്റീൻ ആൻഡ് സെറീൻ ഒരുപോലെ ഇരിക്കും അല്ലേ. ഇവിടെ നമുക്ക് Hഉം ഇവിടെ നമുക്ക് NH2 വരും ആൻഡ് ദിസ് ഇസ് COOH ആണ്. ഇവിടെ CH2SH ആണെങ്കിൽ സിസ്റ്റീനും CH2OH ആണെങ്കിൽ സെറീനുമാണ്. അപ്പോൾ ഈ ഒരു SH ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അടുത്ത അമിനോ ആസിഡിലെ SH ഇല്ലേ അതുമായിട്ട് ലിങ്ക് ചെയ്ത് ഇതിൽ നിന്ന് അപ്പോൾ ഇവിടുത്തെ 2 SHകൾ ഇൻട്രാക്ട് ചെയ്ത് ഡൈസൾഫൈഡ് ലിങ്കേജ് ഫോം ചെയ്യും. അങ്ങനെ ഡൈസൾഫൈഡ് ലിങ്കേജ് വഴി ഡൈമറായിട്ട് ഫോം ചെയ്യാൻ ചാൻസ് ഉള്ള ഏറ്റവും നല്ല മോളിക്യൂളാണ് സൾഫർ വരുന്ന സിസ്റ്റീൻ ആണ് ഏറ്റവും നല്ല ഡൈമറിക് ചാൻസ് ഉള്ളത്. സോ ഓപ്ഷൻ 4 മാത്രമാണ് കറക്റ്റ്, ബാക്കിയുള്ളതെല്ലാം തെറ്റാണ്. 63. The correct order of basic nature of aqueous solution for the bases. അക്വസ് സൊല്യൂഷൻ എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്, നമ്മൾ എല്ലാ ഫാക്ടറും കൗണ്ട് ചെയ്യണം. നിങ്ങൾക്കറിയാം അമോണിയ, ഇത് ഹൈഡ്രസീൻ, ഇതെല്ലാം ആലിഫാറ്റിക്ക. അപ്പോൾ അമോണിയേക്കാൾ നല്ലവരാണ് ഈ പറയുന്ന 3 പേര്. ഇതിൽ തന്നെ നല്ലത് നിങ്ങൾക്കറിയാം സെക്കൻഡറി. ഓപ്ഷൻ ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെറിഷറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ് ആർക്ക്? ഈഥൈൽ അമീൻസിന് അല്ലേ. ഈഥൈൽ അമീൻസിൻ്റെ ബേസിസിറ്റി ഓർഡർ അമീൻസ് ചാപ്റ്ററിൽ പഠിച്ചാണ്. ഈഥൈൽ അമീൻസ് ഇൻ അക്വസ് സൊല്യൂഷനിൽ ബേസിസിറ്റി ഓർഡർ
സെക്കൻഡറി, ടെർഷ്യറി, പ്രൈമറി ആണ്. അപ്പോൾ സെക്കൻഡറിയിൽ ഒന്നാം സ്ഥാനം വന്നു, പ്രൈമറി അല്ല, ടെർഷ്യറി അല്ല, സെക്കൻഡറി പ്രൈമറി അല്ല, സെക്കൻഡറി, ടെർഷ്യറി, പ്രൈമറി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരും, അമോണിയേക്കാൾ ബേസിസിറ്റി NH2 കുറഞ്ഞ എങ്ങനെയാണ്? അപ്പോൾ നോക്കാം. അമോണിയയ്ക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അവൈലബിൾ ആണ്. ഇനി NH2 വരുമ്പോൾ 2 നൈട്രജൻ ഉണ്ട്, 2 ലോൺ പെയർ ഉണ്ടെന്നൊക്കെ വിചാരിച്ചാലും ഇയാൾ -I ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുകയും ഇലക്ട്രോണിൻ്റെ ഡൊണേഷൻ ചാൻസ് കുറയുകയും ചെയ്യും. അപ്പോൾ ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ അമോണിയേക്കാൾ ഒരു വീക്ക് ബേസാണ്. വേണമെങ്കിൽ കോൺജുഗേറ്റ് ബേസ് എന്നുള്ള രീതിയിലും പറയാം. ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ NH4+ ആണ്, വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് NH3+ ആൻഡ് NH2 ലോൺ പെയറാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? -I എഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്ലസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയും സ്റ്റെബിലിറ്റി കുറയുകയും ചെയ്യും. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഹൈഡ്രസീൻ എന്ന് പറയുന്ന ആളുടെ ബേസിസിറ്റി അമോണിയേക്കാൾ കുറവാണ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും. 64. Given below are 2 statements. 1. Metallic radius of aluminium is less than that of gallium. നിങ്ങൾക്കറിയാം ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഇങ്ങനെ എഴുതുമ്പോൾ ഇയാളുടെ 83 പൈക്കോമീറ്റർ ആണ് സൈസ്, അലുമിനിയം 143 പൈക്കോമീറ്റർ ആണ്, ഗാലിയം കൂടുന്നതിന് പകരം 135 പൈക്കോമീറ്റർ, പിന്നെ യൂഷ്വലി 167 പൈക്കോമീറ്റർ, പിന്നെ കാര്യമായിട്ട് കൂടില്ല 170 പൈക്കോമീറ്റർ. ഇതിലൊരു എക്സെപ്ഷണൽ ബിഹേവിയർ വരുന്നത് ഈ 2 പേരും എക്സെപ്ഷനാണ്, ഇത് 2 പേരും ചെറിയൊരു എക്സെപ്ഷനാണ്. കാരണം വലിയൊരു ഇൻക്രീസ് കാണുന്നില്ല. ഇതിനെല്ലാം കാരണം പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് D and F. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതിൽ ഓപ്ഷനിൽ വെച്ച് നോക്കുമ്പോൾ മെറ്റാലിക് റേഡിയസ് ഓഫ് അലുമിനിയം ഗാലിയത്തിനേക്കാൾ ലെസ് ആണ്, തെറ്റാം. ദെൻ ദി അയണിക്സ് റേഡിയസ് ഓഫ് അലുമിനിയം 3+ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഗാലിയം 3+. അലുമിനിയത്തിൻ്റെ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് 52.3, മീൻസ് അയോണിക് സൈസ് Al3+ൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും, ഗാലിയത്തിൻ്റെ സൈസ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 62 ആണ്. അപ്പം അയണിക് സൈസ് ഓഫ് അലുമിനിയം 3+ ഈസ് അത് കറക്റ്റാണ്. അറ്റോമിക് സൈസിൽ മാത്രമേ മാറ്റുള്ളൂ, അയണിക് സൈസ് നോർമലാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് അല്ല, 2 കറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് കറക്റ്റ്, മീൻസ് ഇൻകറക്റ്റ്, ആൻഡ് 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 2 വരും അല്ലേ, 2 കറക്റ്റും 1 incorrect. 65. Given below are 2 statements. In octahedral complexes, that is like this one, T2G and EG, T2G and EG, delta O great less than pairing energy. എന്ന് വെച്ചാൽ മീനിങ് ഭയങ്കര സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഇവിടെ പെയറിംഗ് എനർജി കൂടുതലാണ്, അപ്പോൾ പെയർ ചെയ്യണ്ട. ഡെൽറ്റ ഓ ഗ്യാപ്പ് കുറവാണ്, ചാടിക്കോ. അപ്പോൾ മീനിങ് എന്താ? 1, 2, 3 കഴിഞ്ഞ് ചാടും. അപ്പോൾ കിട്ടുന്നതാണ് ഹൈ സ്പിൻ കോംപ്ലക്സസ്. കറക്റ്റാണ്. ദെൻ തിരിച്ചാണെങ്കിലോ പെയറിംഗ് എനർജി കുറവാണ്, അപ്പോൾ പെയർ ചെയ്തോട്ടെ, പെയർ ചെയ്താൽ ലോ സ്പിൻ കോംപ്ലക്സസ്. സോ ദിസ് ഇസ് കറക്റ്റ്. ദെൻ ഇൻ ടെട്രാഹൈഡ്രൽ കോംപ്ലക്സസ് ബിക്കോസ് ഓഫ് ഡെൽറ്റ ടി ലെസ് ദാൻ പി. ഓക്കെ, ടെട്രാഹൈഡ്രലിൻ്റെ അകത്ത് പ്രത്യേകത E and T2 ആണല്ലോ, E and T2 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്മോൾ ആണ്. അതിൻ്റെ മീനിങ് എന്താ? ഇവിടെ ചെറിയ ഗ്യാപ്പ് ആയതുകൊണ്ട് ചാടിക്കോട്ടെ. അങ്ങനെ ചാടുക എന്ന് വെച്ചാൽ ഏതാ? ഹൈ സ്പിന്നാണ്. അപ്പോൾ ലോ സ്പിൻ കോംപ്ലക്സ് കാര്യമായിട്ട് ഫോം ചെയ്യില്ല. So low spin complexes are rarely formed. Correct ആണ്. So statement 1 and statement 2 are correct. അല്ലേ? Answer option 4 വരും. 66. Choose the correct test with the respective observation. Copper sulfate acidified with acetic acid, K4FeCN6, chocolate brown precipitate, you know from practical chemistry classes. Chocolate brown precipitate Cu2FeCN6 ആണ്. ഈ കോംപ്ലക്സ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് കറക്റ്റ് ഒബ്സർവേഷൻ ആണ്. FeCl3 K4FeCN6 പ്രഷ്യൻ ബ്ലൂ അറിയാം നിങ്ങൾക്ക്. അവിടെ ഉണ്ടാകുന്ന Fe4FeCN6 ത്രൈസ് ആണ് അല്ലേ? ഇതും കറക്റ്റായിട്ട് അവർ തന്നിട്ടുണ്ട്, 6 ത്രൈസ്. ദെൻ സിങ്ക് ക്ലോറൈഡ് K4FeCN6 ന്യൂട്രലൈസ്ഡ് വിത്ത് അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബ്ലൂയിഷ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് Zn2 FeCN6 ആണ്. ഇതും കറക്റ്റാണ്. പിന്നെ ന്യൂട്രലൈസ്ഡ് വിത്ത് NH4OH എന്ന് ഉപയോഗിക്കാൻ കാരണം അസിഡിക് കണ്ടീഷൻ എങ്ങാനും ആണെങ്കിൽ ഈ ഫെറിസൈനൈഡ് അയോണൊക്കെ ഡിക്കമ്പോസ് ചെയ്തു പോകും. അതുകൊണ്ട് ബേസിക് കണ്ടീഷൻ കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഇത് കൊടുക്കാനുള്ള റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, അസിഡിക് കണ്ടീഷൻ ആണെങ്കിൽ ലീഡ്സ് ടു ദി ഡിക്കമ്പോസിഷൻ ഓഫ് FeCN6 മൈനസ് അയോൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ബേസിക് മീഡിയം കൊടുത്തത്. ഇനി NaOH ഇസ് നോട്ട് റെക്കമെൻഡഡ്, കാരണം ഇത് സ്ട്രോങ് ബേസ് ആയതുകൊണ്ട് സിങ്ക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. അതുകൊണ്ട് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ബേസുകൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല, വീക്കേ കൊടുക്കാവുള്ളൂ. അപ്പം ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ് ആണ്.
ദെൻ മഗ്നീഷ്യം ക്ലോറൈഡ് K4FeCN6 നമുക്ക് പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ ഡയറക്റ്റ്ലി പറഞ്ഞിട്ടില്ല, എങ്കിലും കിട്ടുന്ന സിങ്ക് പോലെ തന്നെയാണ് Mg2FeCN6 ടൈംസ് ആയിട്ട് മാറും. ഇത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. മഗ്നീഷ്യത്തിൻ്റെ കോമ്പൗണ്ടുകളെല്ലാം പൊതുവെ വൈറ്റ് ആണ്, അതുകൊണ്ട് തെറ്റിപ്പോയി അവർ ബ്ലൂ എന്നാണ് പറഞ്ഞത്. ഇനി ഓപ്ഷൻ ഇയിൽ ബേരിയം ഇതുപോലെ തന്നെ Ba2FeCN6 ഫോം ചെയ്തേനെ, പക്ഷേ ന്യൂട്രലൈസ്ഡ് വിത്ത് NaOH പറ്റില്ല. കാരണം NaOH വന്നു കഴിഞ്ഞാൽ NaOH എന്ത് ചെയ്യും, ഇതിന് പകരം ബേരിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. ബേരിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സോലുബിൾ ആയതുകൊണ്ട് പ്രിസിപ്പിറ്റേറ്റ് ഫോർമേഷൻ നടക്കത്തുമില്ല. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഉള്ളത് ABC മാത്രമാണ്. ഡിയും ഇയും തെറ്റാം. ഡിയും ഇയും നിങ്ങൾ എത്രത്തോളം ശരിയാക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് പ്രാക്ടിക്കൽ കെമിസ്ട്രിയുടെ നിങ്ങളുടെ സിലബസിൻ്റെ അകത്ത് മഗ്നീഷ്യത്തിൻ്റെ ബേരിയത്തിൻ്റെ റിയാക്ഷൻ്റെ കൂടെ ഇത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ചില ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ വരും. നമുക്കത് എന്നെ എന്താ പറയുക, ഒരു ന്യായീകരണം പറയാൻ പറ്റത്തില്ല. അവർ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അല്ല ഇത്. സിലബസിനകത്ത് മഗ്നീഷ്യത്തിൻ്റെ ഈ റിയാക്ഷൻസോ ബേരിയത്തിൻ്റെ റിയാക്ഷൻസോ കൊടുത്തിട്ടില്ല. then why they ask like that, we don't know. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മൂന്നും പക്ക കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ എന്നാ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മൂന്നും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ രണ്ടെണ്ണം കേട്ടിട്ടില്ല, എന്നാൽ തെറ്റായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇത് ശരിയായിട്ട് കിട്ടും. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കറിയാം. തൽക്കാലം നോക്കാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, 67. On complete combustion, 1 gram of an organic compound gave 1.46 gram of carbon dioxide and 0.567 gram of H2O. The empirical formula mass of the compound X is. നിങ്ങൾക്കറിയാം പ്യൂരിഫിക്കേഷൻ ചാപ്റ്ററിൽ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഈക്വൽ ടു 12 ഇൻറ്റു വെയിറ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഡിവൈഡഡ് ബൈ 44 ഇൻറ്റു വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100 ആണ്. സോ വിച്ച് ഇസ് 12 ഇൻറ്റു 1.46 ഡിവൈഡഡ് ബൈ 44 ഇൻറ്റു 1 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇത് എത്രയാണെന്ന് നോക്കാം. 12 ഇൻറ്റു 146 ഡിവൈഡഡ് ബൈ 44. 2 വെച്ച് കട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ നമുക്ക് 4 വെച്ച് കട്ട് ചെയ്താൽ 11 വരും ആൻഡ് ദിസ് ഇസ് 3 വരും. ഇനി 11 വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് 146 ഇൻറ്റു 3 8 റിമൈൻഡർ 1 3 റിമൈൻഡർ 1 4. സോ 438 ഡിവൈഡഡ് ബൈ 11 333 എന്ന് വരും. സോ 0 1 8 കൊടുക്കാം. അപ്പോൾ ഒരു 11 9 കൊടുക്കാം അല്ലേ, 99 വരും. അപ്പോൾ നമുക്കിവിടെ 18 9 വരും പോയി. അപ്പോൾ 0 ടു ഒരു 8 അല്ലേ, 39.8 അത് മതിയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു 39.8% കിട്ടും. ഇതേപോലെ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു വെയിറ്റ് ഓഫ് വാട്ടർ ഫോംഡ് ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ടേക്കൺ ഇൻറ്റു 100 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 0.567 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 1 ഇൻറ്റു 100 എന്ന് വരും. സോ ദിസ് ഇസ് 2 ഇൻറ്റു 56.7 ഓർ 567 ഇൻറ്റു 10⁻⁻1 ബൈ 18. നമ്മൾ 9 വെച്ച് കട്ട് ചെയ്തു. 3 വെച്ച് കട്ട് ചെയ്താൽ 3 3 9 3 1 25 3 8 24 29 189/3. സോ 189 ഡിവൈഡഡ് ബൈ 3 6 18. ദിസ് ഇസ് 9 3. ഓക്കെ, സോ ദിസ് ഇസ് 66.3% കിട്ടും. ശരി, അപ്പോൾ നമുക്ക് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പെർസെൻറ്റേജ് കിട്ടി. പിന്നെ അവർ കാർബണിൻ്റെ ഇമ്പിരിക്കൽ ഫോർമുല എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പം എന്താ കാർബണും ഹൈഡ്രജനും കിട്ടി. അപ്പോൾ ബാക്കി ആരായിരിക്കും? ഓക്സിജൻ ആയിരിക്കും അല്ലേ. വേറെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടിയല്ലോ. അപ്പം ഓക്സിജൻ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഈക്വൽ ടു 100 മൈനസ് 39.8 പ്ലസ് 6.3 എന്ന് വരും. സോ ഇതും 6.3യും 39.8ഉം കൂടെ 8ഉം 1 6 46 പോയിൻറ്റ് അല്ലേ, 46.1 എന്ന് വരും. ഓക്കെ, സോ 100 മൈനസ് 46.1 എന്ന് പറയുമ്പം 53.9% എന്ന് വരും അല്ലേ. 46.1ഉം 47ഉം 53. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ സാധാരണ ചെയ്യുന്ന പോലെ എങ്ങനെയാണ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഹൈഡ്രജൻ അല്ലേ, കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും പെർസെൻറ്റേജ് മാസ് ഇൻ ഗ്രാം ആയിട്ട് എഴുതുക. 39.8 6.3 ആൻഡ് 53.9 വരും. സോ നമ്പർ ഓഫ് മോൾസ് എടുക്കുന്ന സമയത്ത് 39.8 ഡിവൈഡഡ് ബൈ 12 ഏകദേശം ഒരു 3.32 സംതിങ് കിട്ടും. ആൻഡ് 6.3 ഡിവൈഡഡ് ബൈ 1 6.3 തന്നെ കിട്ടും അല്ലേ. അപ്പോൾ 53.9 ഡിവൈഡഡ് ബൈ 16 ഇതൊരു 3.5 സംതിങ് അടുത്ത് കിട്ടും.
ഇനി നിങ്ങൾ ഇത് ഉള്ളതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ലീസ്റ്റ്. അപ്പോൾ നമ്മൾ എംപിരിക്കൽ ഫോർമുല കിട്ടാൻ വേണ്ടി അത് വെച്ച് ഡിവൈഡ് ചെയ്യും. സോ 3.332 ഡിവൈഡഡ് ബൈ 3.32 ഈക്വൽ ടു 1. 6.3 divided by 3.32 is very close to 2. Then 3.5 by 3.32 is very close to 1. So C is to H is to O എന്ന് പറയുന്നത് 1 is to 2 is to 1 എന്ന് കിട്ടും. So empirical formula equal to CH2O. Therefore empirical mass equal to 12 2 14 16 30 യൂണിറ്റ് എന്ന് കിട്ടും. So the answer will be option 1. കുറച്ച് 1.5 മിനിറ്റ് ഞാൻ ചെയ്ത് തീർക്കലാണ് പണി. അപ്പോൾ ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ലീബിക്സ് മെത്തേഡ് ഉപയോഗിക്കാം പ്യൂരിഫിക്കേഷൻ ചാപ്റ്ററിൽ. എന്നിട്ട് സാധാരണ ബേസിക് കോൺസെപ്റ്റിൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന രീതിയിൽ കണ്ടുപിടിച്ചാൽ പ്രോബ്ലം കിട്ടും. ദെൻ 68 കൺസിഡർ ദി ഫോളോയിങ് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് ലീസ്റ്റ് സ്റ്റേബിൾ കാർബൺ റാഡിക്കൽസ് റെസ്പെക്റ്റീവ്ലി പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഹോമോലിറ്റിക് ക്ലീവേജ് ഓഫ് ദി കറസ്പോണ്ടിങ് CH ബോണ്ട്. അത് കണ്ടാലേ മനസ്സിലാവും അല്ലേ. ഫസ്റ്റ് ബോണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡോട്ട് വരും, ഇവിടെ സെക്കൻഡ് ബോണ്ട് പൊട്ടിച്ചാൽ ഇവിടെ ഡോട്ട് വരും, തേർഡ് പൊട്ടിച്ചാൽ ഇവിടെ ഡോട്ട് വരും, ഫോർത്ത് പൊട്ടിച്ചാൽ ഇവിടെ ഡോട്ട് വരും. അപ്പോൾ ഈ ഡോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രൈമറി ആണ്, ഈ ഡോട്ട് ടെറിഷറി ആണ്. അപ്പോൾ ഈ ഡോട്ട് എന്ന് പറയുന്നത് സെക്കൻഡറി ഈ ഡോട്ട് പ്രൈമറി തന്നെയാണെങ്കിലും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എടോ, ഈ ഡോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ വരും അല്ലേ. റെസൊണൻസ് വരുന്നതുകൊണ്ട് ഇതിന്ന് പോകാനായിരിക്കും ഭയങ്കര എളുപ്പം 2 ഏറ്റവും മോശം 1 കാരണം ഈ ട്രിപ്പിൾ ബോണ്ടിൻ്റെ കാർബണിൽ ലോൺ പെയർ മീൻസ് ഓഡ് ഇലക്ട്രോൺ വന്നാൽ സ്റ്റെബിലൈസിങ് ഫാക്ടർ ഇല്ല. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഇറങ്ങി പോകുന്ന 2 പിന്നെ ഏറ്റവും ലീസ്റ്റ് 1 ശരിക്കും ഓർഡർ അനുസരിച്ച് ഏറ്റവും നല്ലത് 2 ആണ്. പിന്നെ നല്ലത് 3 കാരണം 3 ടെറിഷറിയാണ്. പിന്നെ നല്ലത് 4, ഏറ്റവും ലാസ്റ്റാണ് 1. ഇതാണ് ഓർഡർ വരുന്നത് കേട്ടോ. അത് നിങ്ങൾ ആ സ്റ്റെബിലിറ്റി ഓഫ് ദി ഫ്രീ റാഡിക്കൽ വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. 69 കൺസിഡർ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഓക്കെ, ആസിഡ്, ക്ലോറൈഡ്, അൺഹൈഡ്രൈഡ്, എസ്റ്റർ ആൻഡ് അമൈഡ്. ദി കറക്റ്റ് ഓർഡർ ഓഫ് റേറ്റ് ഓഫ് ഹൈഡ്രോളിസിസ് നിങ്ങൾക്കറിയാം. ന്യൂക്ലിയോഫിലിക് അഡീഷൻ അല്ലേ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും നല്ല റിയാക്റ്റീവ് എന്ന് പറയുന്നത് ആസിഡ് ക്ലോറൈഡ് ആണ് അല്ലേ. ഏറ്റവും നല്ല റിയാക്റ്റീവ് ആസിഡ് ക്ലോറൈഡ്, ദെൻ അൺഹൈഡ്രൈഡ്, ദെൻ എസ്റ്റർ, ദെൻ കാർബോക്സിലിക് ആസിഡ്, ദെൻ അമൈഡ്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഓർഡർ. അപ്പോൾ ഇതിൽ നോക്കുമ്പം റേറ്റ് ഓഫ് എസ്ട്രിഫിക്കേഷൻ മീൻസ് റേറ്റ് ഓഫ് ഹൈഡ്രോളിസിസ് ഏറ്റവും നല്ലത് PQRS കണ്ടോ, ഈ അതേ ഓർഡറിൽ വരും. സോ PQRS ആൻസർ ഈസ് ഓപ്ഷൻ 4. ഇത് കാർബോക്സിലിക് ആസിഡ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഓർഡർ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ എഴുതി വെച്ചോണം കേട്ടോ. ദെൻ 70 എ മോളിക്യൂൾ വിത്ത് ഫോർമുല AX4Y ഹാസ് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് ഫ്രം P ബ്ലോക്ക്. എലമെൻറ്റ് A ഇസ് റയറസ്റ്റ് നോബിൾ ഗ്യാസ് ആയിരിക്കും, മോണോറ്റോമിക് ഉറപ്പായിട്ട് നോബിൾ ഗ്യാസ് ആണ്. നോൺ റേഡിയോ ആക്റ്റീവ് അല്ല, റയറസ്റ്റ് ആണ്. ആൻഡ് ഹാസ് ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വാല്യൂ എമംഗ് AX ആൻഡ് Y. ഏറ്റവും ലോവസ്റ്റ്, അപ്പോൾ അത് വലിയ താഴത്തെ പീരീഡിലായിരിക്കും. എലമെൻറ്റ് X ആൻഡ് Y ഹാവ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഇലക്ട്രോൺ. അപ്പോൾ X ആരാ? ഫ്ലൂറിൻ. Y ആരാ? ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ ഫ്ലൂറിനും ഓക്സിജനും കഴിഞ്ഞാൽ അതിനേക്കാൾ താഴെ നോൺ റേഡിയാക്റ്റീവായിട്ട് വന്ന അപ്പുറത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി സിനോൺ ആയിരിക്കും. അപ്പോൾ കോമ്പൗണ്ട് ഏതാ? XCOF4 ആണ്. ഇനി അവർ ചോദിച്ചേക്കുന്ന ഷേപ്പ് പറഞ്ഞോ, സെൻട്രൽ ആറ്റം സിനോൺ ആണ്, വാലൻസ് ഇലക്ട്രോൺ 8 ആണ്. അതിൽ 2 ഓക്സിജൻ കൊണ്ടുപോയി, പക്ഷേ 1 എണ്ണിയാൽ മതി, ബാക്കി പയ്യാണ്. 4 ഫ്ലൂറിൻ. സോ 5 ബോണ്ട് പെയറും 1 ലോൺ പെയറും. സോ ദിസ് ഇസ് 5+1 കോമ്പിനേഷൻ 6 ആണ്. ആൻഡ് 6 മീൻസ് ഒക്ടാഹൈഡ്രൽ ആണ്, സോറി, and 6 means sp3d2 ആണ് hybridization, but you know 5+1 is square pyramidal. So the answer will be option 1. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര നല്ല ബോണ്ടിങ് എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നല്ല സ്റ്റാൻഡേർഡാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്ഷൻ A സ്ട്രേറ്റ് ഒബ്ജക്റ്റീവ് കഴിഞ്ഞു. ഐ ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ. ദെൻ സെക്ഷൻ B, എ ട്രാൻസിഷൻ എലമെൻറ്റ് M among manganese, chromium, cobalt and Fe has the highest standard electrode potential of M3+/M2+. മാംഗനീസ് 1.57 ആണ്. ക്രോമിയത്തിൻ്റെ വാല്യൂ -0.41 വോൾട്ട്, കൊബാൾട്ട് +1.97 വോൾട്ട് ഈസ് ഇൻ NCERT. ആക്ച്വലി ഇറ്റ് ഈസ് 1.81 ഉള്ള. Feയുടെ വാല്യൂ +0.77 വോൾട്ട് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് കൊബാൾട്ടാണ്. ദെൻ ഇറ്റ് ഫോംസ് എ മെറ്റൽ കോംപ്ലക്സ് ഓഫ് ദി ടൈപ്പ് ഇത്. അപ്പോൾ കൊബാൾട്ട് Cn 6 × 4- എന്ന് വരും.
അപ്പോൾ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾക്ക് മനസ്സിലായി 2. കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27 ആണ്. കോൺഫിഗറേഷൻ വിൽ ബി 4s2 3d7 ആണ്. ആൻഡ് കൊബാൾട്ട് 2+ വരുമ്പം എസിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയിട്ട് 3d7 വരും. ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ EG, ഇത് ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആയതുകൊണ്ട് T2G താഴെയും EG മേളിലുമാണ്. ഇനി അവർ ചോദിച്ചേക്കുന്ന കോംപ്ലക്സിൻ്റെ സയനൈഡ് അല്ലേ, സയനൈഡ് ഇസ് എ സ്ട്രോങ് ലിഗാൻഡ് അല്ലേ, സയനൈഡ് ഭയങ്കര സ്ട്രോങ് ലിഗാൻഡ് ആണ്. ഏത് CN- ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ പറഞ്ഞോ 1 2 3 4 5 6 7. സോ EGയിൽ number of electrons is 1. So the answer is 1. Okay. 72. Consider the following electrochemical cell at standard condition. AU solid, QH2, അത് മറ്റേ ക്വിൻഹൈഡ്രോൺ ഇലക്ട്രോഡ് ആണ്. QH2, Q, NH4X 0.01 molar, Ag plus 1 molar Ag, E cell 0.4 volt. The couple QH2 bar Q represents quinhydron electrode. ഹാഫ് സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇത് QH2, ഇത് Q. അപ്പോൾ ഇത് തന്നിരിക്കുന്ന റിഡക്ഷൻ ആണ് 0.77 വോൾട്ടാണ് വാല്യൂ. Ag+ൻ്റെ വാല്യൂ വന്നിട്ട് PKB ഓഫ് ദി അമോണിയം ഹാലൈഡ് സോൾട്ട്. ഇതിൻ്റെ PKB കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ആദ്യം നിങ്ങൾ റിയാക്ഷൻ എഴുതണേ. പറഞ്ഞു ആനോഡിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷനാണ്. സെൽ റെപ്രസെൻറ്റേഷൻ്റെ ലെഫ്റ്റാണ് ആനോഡ്. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ എന്താ, QH2 Q ആയിട്ട് മാറുന്നത്, ഇത് QH2 ആയിട്ട് മാറുന്ന റിയാക്ഷൻ്റെ പേരാണ് റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡേഷൻ തിരിച്ചെഴുതണം. എങ്ങനെയാ, QH2 ഗിവിങ് Q പ്ലസ് 2H പ്ലസ് 2 ഇലക്ട്രോൺ. അത് തിരിച്ചിട്ടു അല്ലേ, തിരിച്ച് റിഡക്ഷൻ, ഞാനത് ഓക്സിഡേഷനായിട്ട് എഴുതി. ഇനി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ആണ്. സോ കാഥോഡിലെ റിഡക്ഷൻ എന്ന് പറയുന്നത് Ag++ 1 ഇലക്ട്രോൺ ഗീവ്സ് Ag. പക്ഷേ നമ്മളത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനതിനെല്ലാം 2H മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എഴുതുമ്പം അല്ലെ, നെറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പം QH2 പ്ലസ് 2Ag പ്ലസ് ഇലക്ട്രോൺ പോയി ഗീവ്സ് Q പ്ലസ് 2H പ്ലസ് 2Ag എന്ന് വരും. ശരി, ഇനി ഇതിൻ്റെ Q അല്ലേ, റിയാക്ഷൻ കോഷ്യൻ്റ് ഈക്വൽ ടു Q വേണ്ട, പ്യുവർ കോമ്പൗണ്ടിൻ്റെ ഒന്നും കോൺസെൻട്രേഷൻ അവർ തന്നിട്ടില്ല, അത് ആവശ്യമില്ല. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H+² ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Ag+² എന്നേ വരുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നോർമൽ കോമ്പൗണ്ടുകളാണ്, നമുക്ക് അവരുടെ പ്യുവർ ലിക്വിഡോ പ്യുവർ സോളിഡോ ഒക്കെ ആയിരിക്കും. ഇനി കോൺസെൻട്രേഷൻ ഓഫ് H+² ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Ag+ എന്ന് പറയുന്നത് 1 ആണ്. സോ 1² എന്ന് വരും. സോ Q ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+² എന്ന് കിട്ടി നിർത്തി. ഇനി നിങ്ങൾ നാൻസ്റ്റ് ഇക്വേഷൻ പറയണം. നാൻസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് E സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.06 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ N log Q എന്നാണല്ലോ. E സെൽ അവർ തന്നിട്ടുണ്ട് 0.4, പക്ഷെ നമ്മുടെ കയ്യിൽ E0 സെല്ലില്ല. അപ്പോൾ E0 സെൽ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ സെൽ റെപ്രസെൻറ്റേഷൻ നോക്കിയോ, ഇത് RHS-ഉം അല്ലേ, ഇത് LHS-ഉം ആണ്. അപ്പോൾ E0 സെൽ ഈക്വൽ ടു RHS മൈനസ് LHS ആണ്. സിൽവറിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 0.8, ക്വിൻഹൈഡ്രോണിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.7. സോ പൊട്ടൻഷ്യൽ വാല്യൂ 0.1 വോൾട്ട് ആണ്. അപ്പോൾ 0.1 മൈനസ് 0.06/2 അല്ലെ, 2 ഇലക്ട്രോൺ പങ്കെടുത്തിട്ടുണ്ട്. ആൻഡ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+² എന്ന് വന്നു. ഇതിപ്പോൾ കൊണ്ടുവരുമ്പോൾ 0.4 മൈനസ് 0.1 മൈനസ് 0.4 മൈനസ് 0.1 0.3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 0.03 ലോഗ് മൈനസ് 0.06/2. ഈ ലോഗ് H+ (² എന്ന് വെച്ചാൽ 2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് വരും അല്ലേ. അപ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസലായി. ഈ നെഗറ്റീവ് ലോഗ് H+ കോൺസെൻട്രേഷൻ വെച്ചാൽ മക്കളെ pH അല്ലേ, 0.3 ഈക്വൽ ടു 0.06 ഇൻറ്റു pH എന്ന് വരും. സോ pH ഇസ് ഈക്വൽ ടു 0.3 ഡിവൈഡഡ് ബൈ 0.06 എന്ന് വെച്ചാൽ 30/6, ആൻസർ 5 എന്ന് കിട്ടി. ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ്റെ pH അല്ലെങ്കിൽ H+ കോൺസെൻട്രേഷൻ വരുന്നത് അല്ലേ. ഇനി നിങ്ങൾ ഈ സോൾട്ടിലേക്ക് നോക്കിയോ, ഇവരുടെ PKB എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് സോൾട്ട് ഓഫ് അല്ലേ, വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ് ആസിഡ്. എക്സ് എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡ് ആയിരിക്കും PKB ചോദിക്കണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് രണ്ടും വീക്ക് ആണെങ്കിൽ മറ്റേ ആളുടെ PKA തരാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. കാരണം ആ ഇക്വേഷൻ എന്നാ 7 + ½ ഇൻറ്റു PKA മൈനസ് PKB ആണ്. അപ്പോൾ ഇതിനകത്ത് PKB ചോദിച്ചിട്ടുണ്ട്, PKA ഇല്ലാത്തതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ് അല്ല. പിന്നുള്ളത് വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ് ആസിഡാ. ഇതിൻ്റെ PHൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ, pH ഈക്വൽ ടു 7 - ½ ഇൻറ്റു
PKB പ്ലസ് ലോഗ് സി. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ pH ചെയ്യാൻ പോവാണ്. പറഞ്ഞേ pHൻ്റെ വാല്യൂ അല്ലേ, ഇത് നേരെ ഇങ്ങോട്ട് തട്ടുവാട്ടോ, നമ്മൾ സ്ഥലം ഇങ്ങോട്ട് ഒരുമിച്ച് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ pH 7 ഈക്വൽ ടു 5 ഈക്വൽ ടു 7 മൈനസ് ഹാഫ് ഇൻറ്റു PKB മൈനസ് പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ കണ്ടോ 0.01 10⁻². ഇതിങ്ങോട്ട് പോകുമ്പോൾ 5 - 2 -2 ഈക്വൽ ടു -1/2 ഇൻറ്റു PKB -2. ലോഗ് 10⁻² ഇസ് -2. നെഗറ്റീവ് ക്യാൻസൽ ആയിപ്പോയി. 2 × 2 4. സോ PKB ഈക്വൽ ടു ഈ 2 കൂടെ വരുമ്പം PKB ഈസ് ഈക്വൽ ടു 6 വരും. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലേ. ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇലക്ട്രോ കെമിസ്ട്രി ഈ ഇലക്ട്രോഡൊന്നും ഞങ്ങൾക്ക് പഠിക്കാനില്ല സാർ എന്ന് പറയരുത്. കാരണം ഏത് ഇലക്ട്രോഡ് ചോദിച്ചാലും നോൺ സ്റ്റിക്ക് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ദി ക്വസ്റ്റ്യൻ ഫ്രം ഇലക്ട്രോ കെമിസ്ട്രി വിച്ച് ഈസ് കണക്റ്റഡ് ടു അയണിക് ഇക്വിലിബ്രിയം. ഓക്കെ, 73. 0.1 മോൾ ഓഫ് എ ഫോളോയിങ് ഗിവൺ ആൻറ്റിവൈറൽ കോമ്പൗണ്ട് P വിൽ വെയ്. അത് ചെയ്യാൻ എളുപ്പമല്ലേ. നിങ്ങൾക്ക് 0.1 മോൾ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണല്ലോ. സോ അവർ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്, മോളാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാം, വെയിറ്റ് കണ്ടുപിടിക്കണം. സോ വെയിറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ഈക്വൽ ടു 0.1 ഇൻറ്റു മോളാർ മാസ് പറയുമ്പം കാർബണിൻ്റെ എണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. 1 2 3 4 കാർബൺ ഇവിടെയുണ്ട്. 5 6 7 8 9 കാർബൺ ഇവിടെയുണ്ട്. 9 എണ്ണം അല്ലേ, 9. അപ്പോൾ C9 എന്ന് വന്നു. ഇനി ഹൈഡ്രജൻ്റെ എണ്ണം എണ്ണുമ്പോൾ നോക്കിയോ, ഇവിടെ ഹൈഡ്രജൻ ഇല്ല. ഇവിടെ 1 2 3 4 ഇല്ല. ഇവിടെ 1 അല്ലേ, 1 2. പിന്നെ ഇവിടെ 3 4 5 6 7 8 9 10 അല്ലേ, 10. പിന്നെ ഓക്സിജൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 2 3 4 5 ഓക്സിജൻ. നൈട്രജൻ്റെ എണ്ണം 1 2 N2. ഫ്ലൂറിൻ്റെ എണ്ണം 1, അയഡിൻ്റെ എണ്ണം 1 ആയിരിക്കാം അല്ലേ. അപ്പോൾ 12 × 9 ദിസ് ഇസ് 108. പിന്നെ 16 × 5 80 അല്ലേ. ദെൻ നൈട്രജൻ 28. നമുക്ക് കൂട്ടി നോക്കാം. 108 പ്ലസ് 10 പ്ലസ് 80 പ്ലസ് 28 പ്ലസ് 19 ഇതെല്ലാം തന്നിട്ടുണ്ടല്ലേ. 19 പ്ലസ് 127 ഇത് ആഡ് ചെയ്യുമ്പം 16 24 8 32 2 റിമൈൻഡർ 3 വരും. 4 8 12 2 14 14 3 17 7 റിമൈൻഡർ 1 വരും. സോ ദിസ് ഇസ് അപ്പോൾ മോളാർ മാസ് 372 gram per mole വരും. സോ ദിസ് ഇസ് 372. ആൻസർ 37.2 gram എന്ന് വരും. അവർ തന്നേക്കുന്ന ഡാഷ് ഇൻറ്റു 10⁻⁻1 gram എന്ന്. അപ്പോൾ ഈ ഡാഷിൻ്റെ സ്ഥാനം തന്നെ 372. സോ ആൻസർ ഇസ് 372. 74. Consider the following equilibrium. CO plus 2H2 gives CH3OH. 0.1 mole of carbon monoxide along with a catalyst is present in a 2dm cube, that is 2 liter reaction vessel maintained at 500 Kelvin temperature. Hydrogen is introduced into the flask until the pressure is 5 bar. So this is the total pressure. And 0.04 mole of methanol is formed. അപ്പോൾ 0.04. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് കൊടുത്തേ. അറിയില്ലല്ലോ, ഇവിടെ ഇല്ല, ഉണ്ടാകുന്നില്ല. നമുക്ക് അവിടെ ധൈര്യമായിട്ട് 0 എന്ന് എഴുതാം. ഇനി അറ്റ് ഇക്വിലിബ്രിയം അല്ലേ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇതിൽ നിന്ന് എന്തോ പോയി. അപ്പോൾ അപ്പോൾ നമുക്ക് എക്സ് എന്ന് കൊടുക്കണ്ട കേട്ടോ, ഇവിടുന്ന് എന്ന് കൊടുക്കാം. നമ്മൾ എക്സ് അല്ലേ പൊതുവെ ഇടുന്ന, എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോയത് എങ്ങനെയാണ്, എയിൽ നിന്ന് -2x പോവും. കാരണം നിങ്ങൾക്കറിയാം 1 മോൾ കാർബൺ മോണോക്സൈഡിന് 2 മോൾ ഹൈഡ്രജൻ വേണം. അങ്ങനെയാണെങ്കിൽ എക്സ് മോൾ കാർബൺ മോണോക്സൈഡിന് 2x മോൾ ഹൈഡ്രജൻ വേണം. അപ്പോൾ ഹൈഡ്രജൻ നേരത്തെ ഉണ്ടായിരുന്ന നമ്പർ ഓഫ് മോൾസ് നമുക്കറിയില്ല, എ ആണ്. അപ്പോൾ എയിൽ നിന്ന് 2x കുറച്ചിട്ടാണ് ഇക്വിലിബ്രിയത്തിലുള്ളത്. അപ്പോൾ അവിടെയോ 1 മോൾ സിഒയിൽ നിന്നും 1 മോൾ മെത്തനോൾ ഉണ്ടാക്കാം. അപ്പോൾ എക്സ് മോളിൽ നിന്ന് എക്സ് മോൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ 2 മോളിൽ നിന്ന് 1 മോൾ ഉണ്ടാക്കാം. സോ 2x നിന്ന് എക്സ് ഉണ്ടാക്കാം. എങ്ങനെ ചെയ്താലും കറക്റ്റാണ്. പിന്നെ അവർ ആർ വാല്യൂ എന്നുണ്ട്. അസ്യൂം ഒൺലി മെത്തനോൾ ഈസ് ഫോംഡ് ആസ് ദി പ്രൊഡക്റ്റ് ആൻഡ് ദി സിസ്റ്റം ഫോളോസ് ദി ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഓക്കെ, അപ്പം നിങ്ങൾ അന്ന് ആലോചിച്ച് വയ്ക്കുക. നമുക്ക് വേണ്ടത് KP ആണ്. KP 0 എന്നായിരിക്കും അറിയില്ല, KP. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, KPയുടെ എക്സ്പ്രഷൻ എഴുതാം. KP ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് CH3OH ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് CO ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് H2² വേണം. പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, പാർഷ്യൽ പ്രഷർ ഈക്വൽ ടു ഓഫ് ith കമ്പോണൻറ്റ് ഈക്വൽ ടു
ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണൻറ്റ്. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല പണിയാണ്. എ എന്ന് പറയുന്ന ആളെ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതനുസരിച്ച് പി വി ഇസ് ഈക്വൽ ടു NRT ആണ്. പ്രഷർ 5, വോളിയം 2 ലിറ്റർ, നമ്പർ ഓഫ് മോൾസ് 0. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഇതുണ്ടോ അവർ പറഞ്ഞേക്കുന്നത് എന്താ, 0.4 മോൾ ഫോം ചെയ്തു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0.04 എന്ന് എഴുതാം. അപ്പോൾ A-2x എന്നുള്ളതിന് A-0.08 എന്ന് എഴുതാം. അപ്പോൾ ഇതോ 0.1 - x എന്നുള്ളതിന് 0.06 എന്ന് കൊടുക്കാം. അപ്പം എല്ലാം ഇല്ലേ. അപ്പോൾ 0. അല്ലേ, നമ്പർ ഓഫ് മോൾസ് പറ 0.6 പ്ലസ് A-0.08 പ്ലസ് 0.04 ആണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.08 തന്നു. ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T വേണ്ട, ടെമ്പറേച്ചർ എത്രയാണ് 500 കെൽവിനും തന്നു. അപ്പോൾ ഇതിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ നോക്കട്ടെ. 0.06ഉം ഇത് രണ്ടും കൂടെ -0.04 വരും. -0.04ഉം പ്ലസ് 0.0. അപ്പം നമുക്ക് എന്ത് കിട്ടി, A പ്ലസ് 0.02 ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 0.08 ഇൻറ്റു 500 എന്ന് പറയുമ്പം 8×5 വരും. സോ ദിസ് ഇസ് 1/4 എന്ന് വരും. ദാറ്റ് ഇസ് 0.25 എന്ന് വരും. സോ A ഇസ് ഈക്വൽ ടു 0.25 മൈനസ് 0.02 എന്ന് വരും. സോ ദിസ് ഇസ് 0.23. അപ്പോൾ A കിട്ടി. അതിന് എളുപ്പമായിടൂ അല്ല. A കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞേ നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഇനീഷ്യലി കിട്ടിയല്ലോ. ഇനി പറയണേ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഇസ് 0.06. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ വിൽ ബി A - 0.08 എന്ന് പറയുമ്പോൾ 0.23 - 0.08 ഈക്വൽ ടു 0.23 - 0.08 അല്ലേ ഈക്വൽ ടു 13, 8ഉം 5ഉം 13 ആണ്. 15 വരും. സോ 0.15 എന്ന് വരും. ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ എന്ന് പറയുന്നത് 0.04 എന്നും ഉണ്ട്. ശരി, ഇനി നമുക്ക് വേണ്ട പാർഷ്യൽ പ്രഷറാണ്. പറഞ്ഞേ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ 5 ബാർ ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് 0.06 ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നമ്മൾ എഴുതാൻ മറന്നുപോയി. ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഒന്ന് എഴുതിക്ക്. Therefore, total number of moles equal to 0.06 plus 0.15 plus 0.04. So 0.06 0.1 and 0.125. So 5 bar 0.06 into 0.25 എന്ന് കിട്ടി. Then partial pressure of hydrogen equal to 5 bar into 0.15 by 0.25 എന്ന് വരും. Then partial pressure of methanol is equal to 5 bar into 0.04 by 0.25 എന്ന് വരും. So this is partial pressure. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാവേ. ഇത് 5 into 6/25 അല്ലേ, 6/25. So this is 5 വരും. 6/5 is 1.2. ഓക്കെ, 1.2 ബാർ. ഇത് നമുക്ക് 5 into 15/25 എന്ന് വരുവേ. ഇത് 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ യു ഗോട്ട് ദി ആൻസർ ആസ് 3. ഇത് നമുക്ക് 5 into 4 divided by 25 എന്ന് വരും. സോ 5 ആൻഡ് ദിസ് ഇസ് 0.8. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, Kp is equal to partial pressure of methanol 0.8, partial pressure of CO 1.2, partial pressure of H2 3 the whole square. So which is equal to 8/12 എന്ന് എഴുതാം. 8/12 into 9 വരും അല്ലേ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയുമ്പം 8 4 വെച്ച് കട്ട് ചെയ്താൽ 2, ഇവിടെ 3 വരും. സോ 2 divided by 27 എന്ന് വരും. നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. 2 divided by 27 ചെയ്യുമ്പോൾ 2/27 is 0.0 27 into 8 856 5 16 5 21. ഓ പറ്റില്ല, 8 പറ്റില്ല അല്ലേ. അപ്പോൾ 7 പറ്റുമായിരിക്കും. 49 18 വരും. സോ ദിസ് ഇസ് 1 9 8 1 1 1 0. ഇപ്പോൾ ഒരു 7 4 വരുമായിരിക്കും. 8 2 8 2 10 108 2 വരും. 0.0 200 വീണ്ടും നമുക്കൊരു
7 സംതിങ് വരും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 0.07407. ഇനി നമുക്ക് 189 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 0 അത് മതി. അപ്പോൾ ഈക്വൽ ടു 74.07 ഇൻറ്റു 10⁻⁻3. അവർ കൊടുത്തേക്കുന്നത് അങ്ങനെയല്ലേ, അവർ കൊടുത്തേക്കുന്ന സംതിങ് ഇൻറ്റു 10⁻², നിയറസ്റ്റ് ഇൻറ്റീജർ എന്നാണ്. അപ്പം നിയറസ്റ്റ് ഇൻറ്റീജർ വരുമ്പം നമ്മളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 74 വരും. സോ ദി ആൻസർ വിൽ ബി 74. അപ്പോൾ ഇതും ഇക്വിലിബ്രിയത്തിലെ നല്ല ക്വസ്റ്റനാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഭയങ്കര എളുപ്പമാണ്. കാൽക്കുലേഷൻ കുറച്ചുണ്ടാവും. 75. ഫോർ ദി റിയാക്ഷൻ എ ഗിവ്സ് പ്രൊഡക്റ്റ്. ഇത് T½ ആണ്. ഇത് ഇനീഷ്യൽ കോൺസെൻട്രേഷനാണ്. കാണുമ്പോഴേ മനസ്സിലാവും 0 ഓർഡർ. കാരണം നിങ്ങൾക്കറിയാം T½ വിൽ ബി അല്ലേ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/R0⁻n−1 എന്നാണ്. അപ്പോൾ 0 ഓർഡർ റിയാക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് n = 0 അപ്പോൾ T½ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/R0⁻1. ദാറ്റ് മീൻസ് T½ ഈസ് പ്രൊപ്പോർഷണൽ ടു R0 എന്ന് വരുന്ന ഗ്രാഫ് ആയതുകൊണ്ട് ഇത് 0 ഓർഡറാണ്. ഇനി അവർ ചോദിച്ചേക്കുന്ന കോൺസെൻട്രേഷൻ ഓഫ് എ അറ്റ് 10 മിനിറ്റ്. അപ്പോൾ നമുക്ക് റിയാക്ഷൻ എഴുതാം. എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ K = കോൺസെൻട്രേഷൻ R0 അവർ A0 എന്നാട്ടോ, എന്തിലോട്ടെ R/T ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാർട്ടഡ് വിത്ത് 2.5 moles per liter. So this is 2.5 minus we need to find out the final concentration after 10 minutes. So this is 10. മിനിറ്റ് കൊടുത്താൽ മതി, കാരണം ഇതെല്ലാം മിനിറ്റിലാണല്ലേ. അപ്പോൾ K ഇല്ല. ഓക്കെ, അപ്പോൾ പ്രശ്നമാണ് അല്ലേ. നമ്മളുടെ കയ്യിൽ Kയും ഇല്ല, R ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് K ഫസ്റ്റ്. അപ്പം നമുക്ക് ഗ്രാഫിലെ സ്ലോപ്പ് ഉപയോഗിക്കാം. പറഞ്ഞോ T½ ഈസ് പ്രൊപ്പോർഷണൽ ടു R0 അല്ലേ. അപ്പം നമ്മളുടെ 0 ഓർഡറിൻ്റെ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ പറഞ്ഞ് T½ is equal to R0/2K ആണ്. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? T½ is equal to R0 into 1/2K. So this is y is equal to mx. അപ്പോൾ ഈ m എന്ന് പറയുന്നതാണ് മക്കളെ 76.92. സോ നമുക്ക് ഇതിൽ നിന്ന് K എന്ത് കിട്ടും? K is equal to 1/2 into 76.92. ഓക്കെ, ഇനി നമ്മൾ ആ ഇക്വേഷൻ കൊണ്ട് ഇവിടെ കൊടുത്തു നോക്കാവേ. പറഞ്ഞോ 1/2 into 76.92 which is equal to 2.5 minus R divided by 10. So 2.5 minus R, concentration of R, equal to 10 divided by 2 into 76.92 എന്ന് വരും. സോ നമുക്കിത് സോൾവ് ചെയ്യുമ്പം ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാവേ. ഇവിടെ ഞാൻ 4 ഡെസിമൽ പോയിന്റ് ഉണ്ടല്ലോ, ഞാൻ അവർ അങ്ങനത്തെ വാല്യൂ തന്നേക്കുന്നതുകൊണ്ട് കളയുന്നില്ല കേട്ടോ. അപ്പോൾ 2000 divided by 2 into 7692 എന്നാക്കി. ഓക്കെ, നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാവേ. വിച്ച് ഈസ് ഈക്വൽ ടു 1000/2 എന്ന് വെച്ചാൽ 500 ആണല്ലോ. സോ 500/7692 എന്നാക്കി. അപ്പം ഞാൻ എളുപ്പത്തിന് 2 വെച്ച് കട്ട് ചെയ്യൊന്നും വേണ്ട, നമുക്ക് ചെയ്തേക്കാം അങ്ങനെ. 500/7692 ആണ്. അപ്പം 0.07 അല്ലേ, എത്ര ടൈം പറ്റും നോക്കാം. 7000, ഇത് 50000, 7 ഒരു 4 5 ഒരു 5 നോക്കാം. 7692 into 5, 0 remainder 1, 6 remainder 4, 3, 38, 5 കുഴപ്പമില്ല, 6 നോക്കാവേ. 7692 into 6, 2 remainder 1, 5 remainder 5, 1 remainder 4, 40. ഇത് പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് 6 വെച്ച് നോക്കാം. സോ 2 remainder 1, 54, 55 remainder 5, 36, 5, 41, 4, 42, 4, 46. So this is 8, 9 minus 5, 4, 9 minus 1, 8, 9 minus 6, 3. So 3, 8, 6, 4 വരും. again 0. അപ്പം നമുക്ക് 5, 5, 35, 5 ടൈംസ് പറ്റുമോ നോക്കാവേ. 5 ടൈംസ് നമ്മൾ ചെയ്തായിരുന്നു അല്ലേ. 0 remainder 1, 45, 6, 4, 6, 5, 30, 34, 3, 7, 5, 35, 3, 38. അപ്പോൾ ഒരു 6, 5 വരും. ഒന്നുകൂടെ ചെയ്ത് നോക്കാവേ. 0 remainder 1, 45, 1, 46, remainder 4, 6, 5, 30, 34, remainder 3, 7, 5, 35,
38 വരും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 0.065. അപ്പം നമുക്ക് 2.5 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R ഇസ് ഈക്വൽ ടു നമുക്ക് 0.065 എന്ന് കിട്ടും. സോ കോൺസെൻട്രേഷൻ ഓഫ് R ഇസ് ഈക്വൽ ടു 2.5 മൈനസ് 0.065 എന്ന് വരും. സോ 0 ഇട്ട് കഴിഞ്ഞാൽ 9, സോ 5 വരും ആൻഡ് 9 3 വരും ആൻഡ് ദിസ് ഇസ് 4 വരും ആൻഡ് ദിസ് ഇസ് 0.2 വരും. 2.435. സോ കോൺസെൻട്രേഷൻ ഓഫ് R ഇസ് ഈക്വൽ ടു 2.435. അവർ പറഞ്ഞേക്കുന്ന അനുസരിച്ച് 2435 ഇൻറ്റു 10⁻⁻3. സോ ആൻസർ ഈസ് 2435. സോ ഇതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, സോ ഇതാ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിലെയാണ്, പക്ഷേ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ? ആദ്യത്തെ നമ്മുടെ ഹൈഡ്രോ കാർബൺ ചാപ്റ്ററാണ്, രണ്ടാമത്തെ ഹൈഡ്രോ കാർബൺ ചാപ്റ്റർ തന്നെയാണ് ആൻഡ് അല്ലേ അതിലുള്ള എല്ലാ റിയാക്ഷൻസും ആണ്. പിന്നെ ഇത് പി ബ്ലോക്ക് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഇത് സൊല്യൂഷൻ ചാപ്റ്റർ, സ്ട്രക്ചർ ഓഫ് ആറ്റം, തെർമോഡൈനാമിക്സ്, പിന്നെ സൊല്യൂഷൻ ചാപ്റ്റർ, ദെൻ ഏതാണ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആൻഡ് ഇക്വിലിബ്രിയം, പിന്നെ കെമിക്കൽ ബോണ്ടിങ്, then aldehydes and ketones, then biomolecules, then amines, then again P block or classification, coordination compounds, practical chemistry, then purification of organic compounds, then reaction mechanism, then carboxylic acid, then chemical bonding again. So this is D and F, clubbing with the coordination. This is electrochemistry, clubbing with equilibrium. Then basic concept only, equilibrium, chemical equilibrium, and this is chemical kinetics. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്കിനി ഏതെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.